This call is now being recorded. ഓക്കെ, അപ്പോ ഞാൻ ഷെയർ ചെയ്യുവാണേ, സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ കുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കണ്ണിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഭാഗം അല്ലെ, മനുഷ്യന്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്. ഓക്കെ, അതായത് ഐ, ഇയർ, ടങ്, നോസ് ആൻഡ് സ്കിൻ. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് കണ്ണ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റേറ്റ്മെന്റ് ലെവലിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് മുമ്പിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ ഓരോ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ മനസ്സിലാക്കി തന്നെ പോകണം. നിങ്ങൾ എഴുതിയെടുക്കാൻ നിൽക്കണമെന്ന് ഞാൻ പറയില്ല, ബിക്കോസ് ഞാൻ ഈ നോട്ട് ഷെയർ ചെയ്യും, നിങ്ങൾക്ക് അതിൽ നോക്കി പഠിക്കാവുന്നതാണ്. ഞാൻ എഴുതുന്ന കാര്യങ്ങൾ സ്ക്രീനിൽ അഡീഷണൽ ആയിട്ട്, കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുമ്പോൾ ഞാൻ അത് അഡീഷണൽ ആയിട്ട് എഴുതും. ആ കാര്യം മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ബിക്കോസ് ഈ നോട്ടിനകത്ത് അത് ഉണ്ടാവില്ല. കാരണം അത് എനിക്ക് അപ്പോഴപ്പോഴും ഓർമ്മ വരുന്ന കാര്യങ്ങളായിരിക്കും ഞാനത് തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് തുടങ്ങാം. കണ്ണിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കിതൊന്ന് കണ്ണ്, അതായത് ഇതിനകത്ത് ഒരുപാട് പേർക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആൾക്കാരും അല്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്കുകളും ആയിരിക്കും കുറച്ചേറെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം. ഇതിനകത്ത് നമ്മൾ ട്യൂഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിനാണ് ട്യൂഷൻ എടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇതെല്ലാ വാക്കുകളും അറിയണമെന്നില്ല. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാം. കണ്ണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ കുഞ്ഞുങ്ങളെ, ഏതൊക്കെ ഭാഗങ്ങളാണ് കണ്ണിനുള്ളത്. അപ്പോൾ കണ്ണിന്റെ മുൻവശത്തെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ പിൻവശത്ത് ഉള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം നോക്കുമ്പോൾ നമുക്ക് ഏതാണ്, കൺജങ്ക്റ്റീവ കാണാം, ദെൻ കോർണിയ കാണുന്നുണ്ട്, ദെൻ ഐറിസ് കാണുന്നുണ്ട്, ദെൻ പ്യൂപ്പിൾ ലെൻസ്. ഓക്കെ, ഇതിനൊന്നും മലയാളത്തിൽ എല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഏകദേശം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇനി ദൃഢപടലം, രക്തപടലം, ദെൻ റെറ്റിന എന്ന് തന്നെയാണ്. ഇംഗ്ലീഷ് വാക്കും റെറ്റിന തന്നെയാണ്. മലയാളം വാക്ക് റെറ്റിന ആണോ എന്ന് ചോദിച്ചാൽ ദൃഷ്ടിപടലം എന്ന് മലയാളത്തിൽ പറയാം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഓരോന്നും പഠിക്കാനുണ്ട്. അപ്പൊ ദൃഢപടലം എന്ന് പറയുന്നത് സ്ക്ലീറയാണ് കേട്ടോ, ദൃഢപടലം. പിന്നെ രക്തപടലം എന്ന് പറയുന്നത് കൊറോയിഡ് എന്ന് പറയുന്നു അല്ലെ, കൊറോയിഡ് എന്ന് പറയുന്ന ഭാഗം. റെറ്റിനയ്ക്ക് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേര് ദൃഷ്ടിപടലം എന്നാണ്. ഓക്കെ, അതൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ, ദൃഷ്ടിപടലം. പിന്നെ നമ്മൾ പറഞ്ഞ പീതബിന്ദു അല്ലെ, യെല്ലോ സ്പോട്ട് എന്ന് പറയുന്ന പീതബിന്ദു. പിന്നെ നേത്രനാടി, ദെൻ അന്ധബിന്ദു. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് ഒന്നും കൂടെ ഒന്ന് നോക്കുക. കണ്ണിന്റെ മുൻവശത്തായിട്ട് കാണുന്നതായി ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ കോർണിയ എന്ന് വിളിക്കുന്നത്. ഈ കോർണിയയുടെ രണ്ട് ഭാഗത്തായി കാണുന്നത് ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. അതിനകത്ത് ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ കൺജങ്ക്റ്റിവൈറ്റീസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഐറ്റിസ് എന്ന് പറയുന്ന വാക്ക് ഏതെങ്കിലും ഇൻഫെക്ഷനും കൂടെ ചേർന്ന് വരുമ്പോഴാണ് അതിനകത്ത് എൻഡോകാർഡിറ്റിസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ അതുപോലെ തന്നെയാണ്. അപ്പൊ ഐറ്റിസ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു ഇൻഫെക്ഷൻ, അതാണ് കൺജങ്ക്റ്റീവ, കൺജങ്ക്റ്റിവൈറ്റിസ്. ദെൻ ഐറിസ് എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ലെൻസിന്റെ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഐറിസ് എന്ന് പറയുന്നത്. ഇനി ഇതാ ഇവിടെയുള്ള ഒരു ചെറിയ സുഷിരം, ഓക്കെ, അതിനെയാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ലെൻസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. പിന്നെ ഇവിടെ നമ്മൾ വരുമ്പോൾ ഏറ്റവും പുറമേയുള്ള പാളിയെയാണ് നമ്മൾ ദൃഢപടലം എന്ന് പറയുന്നത്. അതിന് തൊട്ടകത്ത് കുറെ രക്തപടലം, ബ്ലഡ് കളറിൽ കാണുന്നത് രക്തപടലം. ദെൻ ഉള്ളിലെ ആ ഒരു യെല്ലോ കളറിൽ കാണുന്നത് റെറ്റിന. ഓക്കെ, ഈ റെറ്റിനയ്ക്കകത്തുള്ള ഒരു നല്ല തെളിമയുള്ള ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം, ഇമേജ് ഒക്കെ വന്ന് വീഴുന്ന ഭാഗമാണ് പീതബിന്ദു എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേത്രനാടി കണ്ടില്ലേ, ഈ പറയുന്ന പോലെ ഇമേജ് ഒക്കെ എവിടെ കൊണ്ടുപോകണം, ബ്രെയിനിൽ കൊണ്ടുപോയി പ്രോസസ് ചെയ്യണം. അങ്ങനെ പ്രോസസ് ചെയ്യാനായിട്ടുള്ള ഒരു നാഡികളൊക്കെ നമ്മുടെ ഈ പറയുന്ന പോലെ കണ്ണിലുള്ള നേത്രനാടി, ഒപ്റ്റിക് നെർവ്സ് എല്ലാം ഇത് ബ്രെയിനിലേക്ക് പോകുന്നു അല്ലെ, ബ്രെയിനിലേക്ക് പോകണം, പ്രോസസ് ചെയ്യണം. അപ്പൊ ഇവിടെ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ണിന്റെ ചിത്രം ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിച്ചു പോവാം. കണ്ണിലെ പാളികൾ എന്ന് പറയുമ്പോൾ 3 പാളികളാണ് കണ്ണിനുള്ളത്. എത്ര പാളികളാണ്? 3 പാളികളാണ് കണ്ണിനുള്ളത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒന്ന് ദൃഢപടലമാണ്. ഒന്ന് ദൃഢപടലം, അല്ലെങ്കിൽ അതിന് എന്തെന്ന് പറയാം? സ്ക്ലീറ എന്ന് പറയാം. രണ്ടാമത്തത് രക്തപടലം, അല്ലെങ്കിൽ അതിനെ കൊറോയിഡ് എന്ന് പറയാം. മൂന്നാമത്തത് ദൃഷ്ടിപടലം, അല്ലെങ്കിൽ അതിനെ റെറ്റിന എന്ന് പറയാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ SCERTയുടെ ആ ഭാഗം തന്നെയാണ് കട്ട് ചെയ്തുകൊണ്ട് ഇട്ടേക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 വാക്കുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അതായത് ദൃഢപടലം എന്ന് മലയാളത്തിലും സ്ക്ലീറ എന്ന് ഇംഗ്ലീഷിലും, അതുപോലെ തന്നെ രക്തപടലം എന്ന് മലയാളത്തിലും കൊറോയിഡ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലും, ദൃഷ്ടിപടലം എന്ന് മലയാളത്തിലും റെറ്റിന എന്ന് ഇംഗ്ലീഷിലും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓപ്ഷനകത്ത് ഇത് 2 രീതിയിൽ ചോദിക്കാം. ഓക്കെ, ദൃഢപടലം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സ്ക്ലീറ എന്ന് ചോദിക്കാം, രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ്, ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടും കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇത് ഓരോന്നിനെ കുറിച്ചൊന്ന് പഠിക്കണം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോണേ. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? ദൃഢപടലമാണ്, അല്ലെ? ദൃഢപടലമാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ദൃഢപടലമാണ്. അപ്പൊ ദൃഢപടലം എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പഠിച്ചത്? സ്ക്ലീറയാണ്, അല്ലെ? സ്ക്ലീറയാണ് ദൃഢത നൽകുന്നത്, കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി. അപ്പൊ ഇവിടെ 2 പോയിന്റുകൾ ഞാൻ ഇവിടെ പറയുന്നു. കണ്ണിന് ദൃഢത നൽകുന്നത്, അപ്പൊ അതിന്റെ ധർമ്മം എന്താണെന്ന് പഠിച്ചു വെച്ചോളൂ. ദൃഢപടലം എന്ത് നൽകുന്നു? ദൃഢത നൽകുന്നു. ഇനി അതിന്റെ നിറം എന്താണ്? വെളുത്ത നിറം. ഓക്കെ, വെളുത്ത നിറമുള്ള. മൂന്നാമത്തെ പോയിന്റ് ബാഹ്യപാളി, അല്ലെ? കണ്ണിന്റെ ബാഹ്യപാളി ഏതാണ്? ദൃഢപടലമാണ്, അല്ലെങ്കിൽ സ്ക്ലീറയാണ്. അത് എന്ത് നൽകുന്നു? ദൃഢത നൽകുന്നു. അതിന് നിറം എന്താണ്? വെളുത്ത നിറമാണ്, അല്ലെ? നാലാമത്തെ പോയിന്റ് യോജക കലയാൽ നിർമ്മിതമാണ്, കണക്റ്റീവ് ടിഷ്യൂസിനാൽ നിർമ്മിതമാണ്. ഏതെന്ന് പറയുന്നത്? ദൃഢപടലം എന്ന് പറയുന്നത്. 4 പോയിന്റ് കിട്ടിയോ കുഞ്ഞുങ്ങളെ? ദൃഢപടലം എന്ന് പറയുന്നത് എന്താണ്? കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി, യോജക കലയാൽ നിർമ്മിതം. ഈ 4 പോയിന്റ് നിങ്ങൾക്ക് കിട്ടി, അല്ലെ? 4 പോയിന്റ് കിട്ടി. ഇനി അടുത്തത് നമ്മൾ താഴേക്ക് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യത്തെ ആ 3 പാളികൾ ഒന്ന് പഠിച്ചിട്ട് വരാം, കേട്ടോ. അടുത്തത് രക്തപടലമാണ്, കൊറോയിഡ് ആണ്, അല്ലെ? കൊറോയിഡ്, അല്ലെ? ധാരാളം, കുറേ ഉള്ളത്, അല്ലെ? കുറേ ഉള്ളത് എന്താ? രക്തക്കുഴലുകളാണ്, അല്ലെ? രക്തക്കുഴലുകളാണ് കാണപ്പെടുന്ന, അല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മധ്യപാളി. അപ്പൊ ഇതിനകത്ത് 1 പോയിന്റ് ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ രക്തപടലത്തിലാണ്, അല്ലെങ്കിൽ കൊറോയിഡിലാണ്. അപ്പോ കണ്ണില് ധാരാളം രക്തക്കുഴലുകൾ കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെ പറയും? കൊറോയിഡിലാണ്, അല്ലെങ്കിൽ രക്തപടലത്തിലാണ് എന്ന് പഠിച്ചു വയ്ക്കാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? മധ്യപാളി. എന്താണ് രണ്ടാമത്തെ പോയിന്റ്? മധ്യപാളിയാണ്. അപ്പൊ ബാഹ്യപാളി ദൃഢപടലം പഠിച്ചു. രണ്ടാമത്തെ പാളിയാണ്, അല്ലെങ്കിൽ മധ്യത്തിലുള്ള പാളിയാണ് ഏതെന്ന് പറയുന്നത്? കുറേ ഉള്ള പാളി, അതായത് രക്തപടലം, അല്ലെങ്കിൽ കൊറോയിഡ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, കൊറോയിഡ് എന്ന് പഠിച്ചു വെക്കാം. മൂന്നാമത്തത് ദൃഷ്ടിപടലം എന്ന് പറയാം, അതായത് റെറ്റിന, അല്ലെ? റെറ്റിന എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി. അപ്പോ റെറ്റിന എന്ന് പറയുമ്പോൾ ദൃഷ്ടി, അല്ലെ? നമ്മൾ കണ്ണിനെ കുറിച്ച് എപ്പോഴും പറഞ്ഞാലും നമ്മുടെ കണ്ണിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിലേക്ക് എപ്പോഴും വരുന്നത് റെറ്റിന തന്നെയാണ്, ഒരു സംശയമില്ല. ദൃഷ്ടി തരുന്നത് ആരാണ്? അപ്പോ റെറ്റിനയാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ദൃഷ്ടിപടലം, ഇതിനകത്ത് ദൃഢപടലവും ദൃഷ്ടിപടലവും മാറിപ്പോകരുത്. മലയാളം പഠിച്ചവർക്ക് പ്രശ്നം വരില്ല, പക്ഷെ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ച ആൾക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കുഴപ്പമില്ല. ദൃഢപടലമല്ല, ദൃഷ്ടി തരുന്നതാണ് റെറ്റിന. ഓക്കെ, കണ്ണ്, കാഴ്ച തരുന്നത്, ദൃഷ്ടി, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. അതാണ് റെറ്റിന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ അടുത്ത പോയിന്റ് നോക്കിക്കേ, പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, പ്രകാശഗ്രാഹികൾ കൂടുതലായി കാണപ്പെടുന്ന കണ്ണിന്റെ പടലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ദൃഷ്ടിപടലം, അല്ലെങ്കിൽ റെറ്റിന. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ആന്തരപാളിയാണ്, അല്ലെ? ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് ഏതെന്ന് പറയുന്നത്? റെറ്റിന എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഇതിനകത്ത് ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്നത് രക്തപടലം, അതുപോലെ തന്നെ പ്രകാശഗ്രാഹികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രകാശഗ്രാഹികളാണ്, അല്ലെ? അപ്പൊ ഇവിടെ പ്രകാശഗ്രാഹികളാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ പ്രകാശഗ്രാഹികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്രകാശഗ്രാഹി കോശങ്ങൾ എന്നല്ല ചോദിച്ചിരിക്കുന്നത്, പ്രകാശഗ്രാഹികൾ, അല്ലെ? പ്രകാശഗ്രാഹികൾ ഏറ്റവും കൂടുതൽ റിസപ്ഷൻ, അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ആ ഒരു എന്താണ്
സംഭവങ്ങളൊക്കെ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൃഷ്ടിപടലത്തിലാണ്. ഓക്കെ, കാണപ്പെടുന്ന ആന്തരപാളി. അപ്പൊ ഓക്കെ, 3 ആദ്യത്തെ പോയിന്റ്സ് എല്ലാം കിട്ടിയല്ലോ. ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോ ഇനി ചോദിക്കാനുള്ളത് ദൃഢപടലത്തിനകത്ത് വരുന്ന 2 കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ചോദിക്കാം, ഇവിടെ ആദ്യത്തെ ഏതാണ്? കോർണിയ അല്ലെ. ഇവിടുത്തെ ആദ്യത്തേത് കോർണിയ, രണ്ടാമത്തത് ഏതാണ്? കൺജങ്ക്റ്റീവ. ഓക്കെ, കൺജങ്ക്റ്റീവ. അപ്പൊ രണ്ടിനകത്തും വരുന്നത് ഇംഗ്ലീഷിൽ എന്താണ് വരുന്നത്? രണ്ടും സി തന്നെയല്ലേ? കോർണിയയും കൺജങ്ക്റ്റീവയും രണ്ടും സി തന്നെയല്ലേ? അപ്പൊ നമുക്ക് സ്ക്ലീറ എന്ന് എഴുതുമ്പോൾ നമ്മൾ എസ് കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം എന്താണ്? സി അല്ലേ? അപ്പോ ഇതൊന്ന് ഓർത്തു വെച്ചോണം. സ്ക്ലീറയ്ക്കകത്ത് വരുന്നതാണ് കോർണിയയും കൺജങ്ക്റ്റീവയും. നമ്മൾ ബാക്കിയുള്ള ഒരു പാർട്ടിന്റെയും ഫ്രണ്ടിൽ സി ഇല്ല. ഓക്കെ, ലൈൻ സ്പോട്ടും ഒക്കെയാണ്. അപ്പൊ ഓർത്ത് വെക്കണം, കോർണിയയും കൺജങ്ക്റ്റീവയും. ഇതിനകത്ത് പ്രശ്നമൊന്നുമില്ല. മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുന്നത് രണ്ടും ഒരുപോലെ തന്നെയാണ്. അപ്പൊ കോർണിയയും കൺജങ്ക്റ്റീവ. അപ്പൊ സ്ക്ലീറ എന്ന് പറയുമ്പോൾ എസ് സി ആണ് അല്ലെ? അപ്പൊ ഓർത്ത് വെച്ചോണം, ഈ ഒരു എസ് സി കണക്ട് ചെയ്തോണം. അപ്പോ സ്ക്ലീറയ്ക്കകത്ത് ദൃഢപടലത്തിനകത്താണ് ഏതൊക്കെ വരുന്നത്? കോർണിയ വരുന്നത്, കൺജങ്ക്റ്റീവ വരുന്നത്. അപ്പോൾ കൺജങ്ക്റ്റീവ കാണുന്ന ഏത് പടലത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്ലീറ, കോർണിയ കാണുന്നത് ഏത് പടലത്തിലാണെന്ന് ചോദിച്ചാൽ അത് സ്ക്ലീറ. ഓക്കെ, അപ്പൊ 2 പോയിന്റും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇവിടെ നോക്കിക്കേ, കോർണിയ എന്ന് പറയുമ്പോ ഏത് പടലത്തിലുള്ളതാ? ഒന്നാമത്തെ പോയിന്റ് കിട്ടി അല്ലെ? ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? കോർണിയ എന്ന് പറയുന്നത്. അപ്പൊ ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യമായ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയണം? കോർണിയ പറയണം. ഇനി ശ്രദ്ധിച്ചേ, പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം ഏതാണ്? രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഏത് പടലത്തിലാണ് എന്ന് ചോദിച്ചാൽ അത് ദൃഢപടലത്തില്. ദൃഢപടലത്തിലെ ഏത് ഭാഗത്താണ് എന്ന് ചോദിച്ചാൽ അത് കോർണിയ വഴിയാണ്. ഓക്കെ, 2 ക്വസ്റ്റ്യൻസും ശ്രദ്ധിച്ചോണം. അപ്പൊ പ്രകാശരശ്മികൾ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഏത് പടലത്തിലാണെന്ന് ചോദിച്ചാൽ അത് ദൃഢപടലമാണ്. നമ്മൾ നേരത്തെ ദൃഷ്ടിപടലത്തിൽ ഒരു കാര്യം പഠിച്ചു, പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന പാളി. ഓക്കെ, പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന പാളി. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന പടലത്തിലെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ, കണ്ണിലെ ഏത് പടലത്തിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ദൃഢപടലം. അതിനകത്തുള്ള ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ അത് ഏതാടാ? കോർണിയാണ്. അപ്പൊ കോർണിയാണെന്ന് മനസ്സിലാക്കിക്കോണം. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസും വരുന്നത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? അടുത്തത്, ദൃഢപടലത്തിന്റെ മുൻവശത്ത് കോർണിയ, നമ്മളിവിടെ കോർണിയ പഠിച്ചു കഴിഞ്ഞു അല്ലെ? കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥരം എന്താണ്? സ്ഥരമാണ് അല്ലെ? ഒരു കവറാണ് അല്ലെങ്കിൽ ഒരു ലെയർ ആണ് എന്തെന്ന് പറയുക? കൺജങ്ക്റ്റീവ എന്ന് പറയുക. അപ്പൊ കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത് എന്താണ്? കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥരം. അപ്പോ ഇതിനകത്ത് ചോദിക്കാം, ദൃഢപടലത്തിൽ കാണപ്പെടുന്ന സ്ഥരം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയാം? നമുക്ക് കൺജങ്ക്റ്റീവ ആണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അതുപോലെ തന്നെ കോർണിയെ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലം, കണ്ണിലെ സ്ഥലം എന്ന് ചോദിച്ചാലും അത് കൺജങ്ക്റ്റീവ. ഇങ്ങനെ പല രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ ദൃഢപടലത്തിന്റെ കാര്യം നമുക്ക് മനസ്സിലായി. കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി യോജക കലയാൽ നിർമ്മിതമാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി എസ് സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ഏതൊക്കെ പഠിച്ചതാ? കോർണിയം പഠിച്ചു, കൺജങ്ക്റ്റീവയും പഠിച്ചു. കോർണിയ എന്ന് പറയുന്നത് മുൻവശത്തേക്ക് തള്ളി നിൽക്കുന്ന സുതാര്യമായ ഭാഗം. അതുപോലെ തന്നെ പ്രകാശരശ്മികൾ അങ്ങ് വെളിയിലേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം വന്ന് വീഴുന്നത് അതിലല്ലേ? കോർണിയക്കകത്ത് തന്നെയല്ലേ വീഴുന്നേ? ഓക്കെ, അതാണ് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം. അത് സുതാര്യമായതുകൊണ്ടാണ് കണ്ണിലേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റുന്നത്. കണക്ട് ചെയ്യണേ. ദെൻ കൺജങ്ക്റ്റീവ എന്ന് പറയുമ്പോൾ എന്താണ്? കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ദൃഢപടലം ഇനി മറന്നുപോവോ? ഓക്കെ ആണോ? ഓക്കെ ആണ് അല്ലെ? വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പെട്ടെന്ന് പഠിച്ചു തീർത്തു. ഓക്കെ, പെട്ടെന്ന് പഠിച്ചു തീർത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് രക്തപടലത്തിലേക്ക് പോവാം. ഓക്കെ, രക്തപടലത്തിനകത്ത് ശ്രദ്ധിച്ചേ, 2 കാര്യങ്ങളാണ് നമുക്ക് രക്തപടലത്തിനകത്ത് വരുന്നത്. 2 കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നമുക്ക് അറിയേണ്ട ഒരു ഒറ്റ കോഡേ ഉള്ളൂ, സിപ്പ്. ഓക്കെ, സിപ്പ് എന്ന് പറയുന്ന ഒരു കോഡ് പഠിച്ചു വെച്ചോണം. കൊറോയിഡ് എന്ന് പറയുന്ന സീല് കണക്റ്റഡ് എന്ന് പറയുന്നത് ഐറിസും പ്യൂപ്പിളും. ഓക്കെ, ഐറിസും
പ്യൂപ്പിളും. ഇതിനകത്തും നമ്മൾ ഇങ്ങനെ പഠിച്ചു വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്, രണ്ടും അതുപോലെ തന്നെയാണ് പറയുന്നത്, ഐറിസും പ്യൂപ്പിളും. ഓക്കെ, ഐറിസും പ്യൂപ്പിളും. അപ്പൊ ഇവിടെ സിപ്പ്, നേരത്തെ നമ്മൾ SC എന്ന് പറഞ്ഞു പഠിച്ചു, ഇവിടെ സിപ്പാണ്. അപ്പൊ ഇതിനകത്ത് ഐറിസ് എന്ന് പറയുമ്പോൾ കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിന്റെ ഭാഗമാണ്, അല്ലെ? അപ്പൊ നമ്മൾ കൊറോയിഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുറേയുള്ള രക്തക്കുഴലുകളുള്ള ഭാഗമാണ് കൊറോയിഡ് എന്ന് പറയുന്നത്, മധ്യപാളിയാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിനകത്ത് നമുക്ക് പറയേണ്ട കാര്യം എന്താണ്, കോർണിയയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിന്റെ ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഐറിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ കോർണിയ കഴിഞ്ഞു, ദൃഢപടലം കഴിഞ്ഞിട്ട് അടുത്ത രക്തപടലമാണ്. അപ്പൊ നമുക്ക് ഓർക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കോർണിയ എന്ന് പറയുന്നത് ദൃഢപടലത്തിന്റെ ആ ഒരു ഭാഗത്തിൽ വരുന്നതാണ്, അല്ലെ? ആദ്യത്തെ ലെയറിൽ വരുന്നതാണ്. അതിന് തൊട്ട് പിന്നിലുള്ള രക്തപടലത്തിന്റെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, ഐറിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐറിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ കോർണിയയ്ക്ക് പിന്നിലാണ് ഐറിസ് എന്ന് പറയുന്ന ഭാഗം. ഇനി അടുത്തൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന ഭാഗം. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ, ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മെലാനിൻ എന്ന വർണ്ണവസ്തുവിന്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു. അപ്പൊ കണ്ണിൽ എവിടെയാണ് മെലാനിൻ പിഗ്മെന്റ് കാണുന്നത്, അല്ലെങ്കിൽ മെലാനിൻ എന്ന വർണ്ണവസ്തുവിന്റെ സാന്നിധ്യമുള്ള കണ്ണിന്റെ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അത് ഐറിസിലാണ്. അപ്പോൾ കണ്ണിന്റെ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഐറിസ്. ഏത് പാളിയിലാണ് എന്ന് ചോദിച്ചാലോ, മെലാനിൻ എന്ന വർണ്ണവസ്തു കാണപ്പെടുന്ന കണ്ണിന്റെ പാളി ഏത് എന്ന് ചോദിച്ചാൽ ഏത് പറയും കുഞ്ഞുങ്ങളെ, രക്തപടലത്തിലാണ്. ഓക്കെ, രക്തപടലം. അപ്പൊ പാളി ചോദിക്കുവാണെങ്കിൽ, പടലം ചോദിക്കുവാണെങ്കിൽ രക്തപടലം, ഏത് ഭാഗത്താണ് എന്ന് ചോദിച്ചാൽ അത് ഐറിസിലാണ്. ഓക്കെ, അത് ഐറിസിലാണ്. അടുത്തത് നമുക്കറിയാം, മെലാനിൻ പിഗ്മെന്റ് എന്ത് നിറം കൊടുക്കുന്ന, ഒരു ഇരുണ്ട നിറം നൽകുന്നു, അല്ലെ? ഇപ്പൊ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്ക് പോയിന്റ്സ് ആയിട്ടൊക്കെ പറയാൻ പറ്റും, കാരണം സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഇതൊക്കെ അറുത്ത് മുറിച്ച് പോയിന്റ് ആക്കിയിടും. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് പ്യൂപ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് പ്യൂപ്പിളിലേക്ക് വരുന്നു. ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരം, ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് എന്തെന്ന് പറയുന്നത്, പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിന്റെ വലുപ്പം ക്രമീകരിക്കപ്പെടുന്നു എന്നാണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ്, ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരം. രണ്ടാമത്തത് എന്താണ്, പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിന്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നു. അപ്പൊ നമുക്കറിയാം, ഭയങ്കരമായിട്ടുള്ള പ്രകാശം അടിക്കുമ്പോൾ നമ്മൾ കണ്ണിങ്ങനെ ചുരുക്കും, അല്ലെ? അത് ഐറിസിന് അകത്തുള്ള പ്യൂപ്പിളാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒട്ടും തെളിമയില്ലാത്തടത്ത് വരുമ്പോൾ നമ്മളിങ്ങനെ കണ്ണ് വീഴ്ച നോക്കും, അല്ലെ? അപ്പോഴും എന്താണ് അവിടെ അഡ്ജസ്റ്റഡ് ആവുന്നത്, പ്യൂപ്പിളാണ് അഡ്ജസ്റ്റഡ് ആവുന്നത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പം കിട്ടിയല്ലോ. അപ്പൊ രക്തപടലം, ധാരാളം രക്തക്കുഴലുകളുള്ള അല്ലെങ്കിൽ രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയെയാണ് നമ്മൾ രക്തപടലം എന്ന് വിളിക്കുന്നത്. നമ്മൾ സിപ്പ് എന്ന് പറയുന്ന ഒരു കോഡ് പഠിച്ചു. ഐറിസ് ആണ് അതിനകത്തുള്ള ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്നത് ഐറിസ്. മെലാനിൻ പിഗ്മെന്റ് ഏറ്റവും കൂടുതലുള്ള ഭാഗം അല്ലെങ്കിൽ കണ്ണിന്റെ ഭാഗം എന്ന് ചോദിച്ചാൽ ഐറിസ്. ഏത് പാളിയിലാണ് എന്ന് ചോദിച്ചാൽ രക്തപടലത്തിലാണ് എന്ന് ഓർത്തു വയ്ക്കുക. ദെൻ പ്യൂപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരത്തിനെയാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് വലുപ്പം ക്രമീകരിക്കാൻ കഴിവുള്ള ഒരു ഭാഗം കൂടെയാണ് ഏതെന്ന് പറയുന്നത്, പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പൊ രണ്ട് പടലങ്ങൾ പഠിച്ചു, ദൃഢപടലവും രക്തപടലവും. ഓക്കെ ആണോ? രക്തപടലം ഓക്കെ ആണോ? യെസ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൃഷ്ടിപടലമാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് ഏതാണ്, പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി, അല്ലെ? നമ്മൾ പഠിച്ചു പ്രകാശഗ്രാഹികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ദൃഷ്ടിപടലം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട രണ്ട് പോയിന്റുകളാണ്. ഇനി നിങ്ങൾക്ക് ഒന്നും പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു കോഡിന്റെ ആവശ്യമില്ല. അപ്പോ ദൃഷ്ടിക്ക് സാധ്യമാകുന്നത് നമുക്കറിയാം രണ്ട് ബിന്ദുക്കളാണ്, അല്ലെ? പീതബിന്ദുവും അന്ധബിന്ദുവും, അല്ലെ? പീതബിന്ദു എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല തെളിമയുള്ളതാണ്, യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത്. പക്ഷെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് രണ്ടും കാഴ്ചയുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ദൃഷ്ടിപടലത്തിൽ വരുന്നത് രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിന്ന് ശ്രദ്ധിക്കണേ, റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ്
പീതബിന്ദു എന്ന് പറയുന്നത്. അപ്പോൾ റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ, പ്രകാശഗ്രാഹികളല്ല പറഞ്ഞത്, പ്രകാശഗ്രാഹി കോശങ്ങൾ. കാരണം അത് തന്നെയാണ് അതിന്റെ കണക്ഷൻ, അത് തന്നെയാണ് അല്ലെ. പ്രകാശഗ്രാഹികൾ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് പ്രകാശഗ്രാഹി കോശങ്ങളുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. അപ്പൊ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് ആണെന്ന് പറയേണ്ടി വരും. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് യെല്ലോ സ്പോട്ടിലാണ്. അപ്പൊ കണ്ണിന്റെ ഏറ്റവും തെളിമയുള്ള ഭാഗം എന്ന് ചോദിച്ചാൽ അത് യെല്ലോ സ്പോട്ടാണ്. ഒരു പ്രാവശ്യത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കണ്ണിന്റെ ഏറ്റവും തെളിമയുള്ള ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അത് യെല്ലോ സ്പോട്ടാണ് എന്ന് പഠിച്ചു വെക്കാം. അടുത്തത് എന്താണ്? അന്ധബിന്ദു ആണ്. അന്ധബിന്ദു എന്ന് പറയുമ്പോൾ ബ്ലൈൻഡ് സ്പോട്ട്, ആ വാക്കിൽ തന്നെ ഉണ്ട് അന്ധബിന്ദു എന്ന് പറയുന്ന ബ്ലൈൻഡ് സ്പോട്ട് ആണെന്നുള്ളത് അല്ലെ. റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. അപ്പൊ നേത്രനാഡികൾ ആരംഭിക്കുന്ന ആ ഭാഗം തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലൈൻഡ് സ്പോട്ട്. ഇവിടെ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതിനാൽ കാഴ്ചയില്ല. അപ്പൊ ഇവിടെ ഇവിടെ എന്തില്ല? കാഴ്ചയില്ല. അതുകൊണ്ടാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ട് കാഴ്ചയില്ല? പ്രകാശഗ്രാഹി കോശങ്ങളില്ല, അവിടെ പ്രകാശഗ്രാഹികളില്ല. എവിടെയാ പ്രകാശഗ്രാഹികൾ കാണുന്നത്? യെല്ലോ സ്പോട്ടിലാണ് കാണുന്നത് അല്ലെ. പീതബിന്ദുവിലാണ് എന്ത് കാണുന്നത്? പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്നത്. അപ്പോ ദൃഷ്ടിപടലം, പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി, അതുപോലെ തന്നെ അതിനകത്ത് രണ്ട് ഭാഗങ്ങൾ, യെല്ലോ സ്പോട്ടും ബ്ലൈൻഡ് സ്പോട്ടും, അതായത് പീതബിന്ദുവും അന്ധബിന്ദു. റെറ്റിനയില് പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു എന്ന് പറയുന്നത്. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ള അല്ലെങ്കിൽ തെളിമ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പീതബിന്ദുവാണ്. അതുപോലെ തന്നെ റെറ്റിനയിൽ നിന്ന് നേത്രനാഡികൾ ഉത്ഭവിക്കുന്ന ഭാഗം എന്ന് ചോദിച്ചാൽ അത് ബ്ലൈൻഡ് സ്പോട്ട് ആണ്, അന്ധബിന്ദുവാണ്. ഇവിടെ എന്തില്ല? പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ല. അല്ലെങ്കിൽ അവിടെ പ്രകാശഗ്രാഹികൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് യെല്ലോ സ്പോട്ടിൽ നിന്ന് കിട്ടുന്ന ഇമേജ് കറക്റ്റ് ആയിട്ട് എവിടെ പോവില്ല? ബ്രെയിനിൽ പോവില്ല. എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് അല്ലെ നമ്മുടെ കണ്ണിൽ കൂടെ നടക്കുന്നത്. അപ്പൊ ഈ മൂന്ന് പടലങ്ങളും ആ പടലങ്ങളിൽ വരുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ആണോ? ഉറങ്ങിയോ കുഞ്ഞുങ്ങളെ? ഉറങ്ങിയോ നിങ്ങള്? ഈശ്വര, പോരട്ടെ അങ്ങനെ തമ്പ് ഇങ്ങോട്ട് പോരട്ടെ. യെസ്, ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അടുത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ലെൻസ് ഉണ്ട് അല്ലെ. ലെൻസിനകത്ത് നമ്മൾ ഈ ഒരു പാർട്ടിനകത്ത് നമ്മൾ പഠിക്കാനുള്ളത് സുതാര്യമായിട്ടുള്ളതും അല്ലെങ്കിൽ ഇലാസ്തികതയുള്ളതുമായിട്ടുള്ള കോൺവെക്സ് ലെൻസ് ആണ് നമുക്കുള്ളത്. എന്ത് ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ആണ് നമുക്ക് ഉള്ളത്. എന്ത് ലെൻസ്? കോൺവെക്സ് ലെൻസ്. ഓക്കെ, കോൺവെക്സ് ലെൻസ് ആണ് എന്ന് ഓർത്തു വെക്കാം. അപ്പം SCERT പറയുന്നു കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ കണ്ണിന്റെ ലെൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ നമുക്കറിയാം നമ്മുടെ കണ്ണിന്റെ ഒരു ഷേപ്പ് ബൈകോൺവെക്സ് ആണ് കേട്ടോ. അപ്പൊ ഓർത്തു വെക്കേണ്ടത് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ തള്ളിയിരിക്കുന്ന ഒരു ലെൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെന്തെന്ന് വിളിക്കാം? ബൈകോൺവെക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ബൈകോൺവെക്സ് എന്ന് വിളിക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചോദ്യം വരാം കോൺവെക്സ് ലെൻസ്. അപ്പോ ഇതിനകത്ത് നമ്മുടെ ഓപ്ഷനകത്ത് ബൈകോൺവെക്സ് എന്നും കൂടെ ഉണ്ടെങ്കിൽ, ബൈകോൺവെക്സും അതുപോലെ തന്നെ കോൺവെക്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എടുക്കാം? നമ്മുടെ ബൈകോൺവെക്സ് എടുക്കാം. അല്ലെങ്കിൽ ഈ ബൈകോൺവെക്സ് ഇല്ല എങ്കിൽ നമുക്ക് ഏതെടുക്കാം? കോൺവെക്സ് എടുക്കാം. കാരണം SCERT ടെക്സ്റ്റിനകത്ത് ഏത് പറയുന്നുണ്ട്? കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തത്, അപ്പൊ നമുക്ക് അവിടുത്തെ ആ ഒരു ഭാഗം, ആ ഒരു പാർട്ട് മാത്രം മതി കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് മതി നമുക്ക്. ഇനി അടുത്തത് നമുക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേത്രനാഡിയാണ്. നേത്രനാഡി എന്ന് പറയുമ്പോൾ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ്. അപ്പോ നമുക്കറിയാം മിക്കവാറും ഉള്ള റിഫ്ലെക്സ് ആക്ഷൻ അല്ലെ, റിഫ്ലെക്സ് ആക്ഷൻ, റിഫ്ലെക്സ് ആർക്ക് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. മെഴുകുതിരിയിൽ കൈ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പൊള്ളുന്നതിന് മുമ്പ് തന്നെ കൈ വലിക്കും, അല്ലെങ്കിൽ ചെറുതായിട്ട് പൊള്ളുമ്പോൾ നമുക്കറിയാം അത് പൊള്ളും എന്നുള്ള കാര്യം അറിയാം, പെട്ടെന്ന് നമ്മൾ കൈവലിക്കും. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് നമ്മൾ അത് പൊള്ളിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കൈവലിക്കും അല്ലെ, പെട്ടെന്ന് കൈവലിക്കും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിനകത്ത് നമ്മൾ കൈവലിക്കുന്നതിന് ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് സ്പൈനൽ കോഡിലേക്കാണ് ഈ സിഗ്നൽസ് പോകുന്നത്, ഒരിക്കലും ബ്രെയിനിലേക്ക് പോകുന്നില്ല. ഇങ്ങനെയുള്ള റിഫ്ലെക്സ് ആക്ഷന്റെ ഒക്കെ ഏറ്റവും വലിയ കേന്ദ്രം എന്ന് പറയുന്നത് സുഷ്മനയാണ്, അല്ലെങ്കിൽ സ്പൈനൽ കോഡാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഈ ബ്രെയിനിലേക്ക് പോകണമെന്നില്ല.
അപ്പൊ പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ആക്ഷൻ കിട്ടും. പക്ഷേ നമ്മുടെ കണ്ണിലേക്ക് വീഴുന്ന ഇമേജ് എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ മസ്തിഷ്കത്തിലേക്കാണ് പോകുന്നത്. മസ്തിഷ്കത്തിലേക്ക് തന്നെ, ബ്രെയിനിലേക്ക് തന്നെ പോകുന്നുണ്ട്. അവിടെ കാഴ്ചയുടെ കേന്ദ്രം ഏതാണെന്ന് അറിയാമോ? ബ്രെയിനിന്റെ ഏത് ഭാഗമാണ് കാഴ്ചയെ നിയന്ത്രിക്കുന്നത്? ഏത് ഭാഗം? ആരെങ്കിലും പറഞ്ഞേ. യെസ്, കൃഷ്ണേന്ദു കറക്റ്റ് ആണ്. യെസ്, സെറിബ്രം അല്ലെ. സെറിബ്രമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, കാഴ്ചയുടെയും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പിന്നെ മണത്തിന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കേൾവിയുടെ ഒക്കെ എല്ലാം വരുന്നത് ഇവിടെ തന്നെയാണ്, സെറിബ്രത്തിൽ തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പം സെറിബ്രത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. അവിടെ പോയി പ്രോസസ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തും കിട്ടും, ആക്ഷൻ കിട്ടും എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് എന്താ സീലിയറി മസിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികൾ. ഓർത്തു വെക്കണേ. അപ്പോൾ ലെൻസിനെ ചുറ്റിയുള്ള എങ്ങനത്തെ പേശികളാണ്? വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി മസിൽസ്. അതുകൊണ്ടാണല്ലോ സീലിയറി എന്ന് പറയുന്നത് അല്ലെ. സീലിയറി മസിൽസ് എന്ന് പറയുന്നത് ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് എന്തെന്ന് പറയുക, സീലിയറി മസിൽസ് എന്ന് പറയുക. അപ്പൊ ഈ 3 പോയിന്റ് കിട്ടി. ലെൻസ് ബൈ കോൺവെക്സ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് ആണ്. മസ്തിഷ്കത്തിലേക്കാണ് നേത്രനാഡി എന്ത് കൊണ്ടുപോകുന്നത്, പ്രകാശ രശ്മികൾ അല്ലെങ്കിൽ വന്ന് വീണ് കഴിഞ്ഞാൽ അതിന്റെ ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരും. അതുപോലെ തന്നെ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളെയാണ് നമ്മൾ സീലിയറി മസിൽസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് 2 ദ്രവങ്ങളെ കുറിച്ച് പഠിക്കണം. കണ്ണിലെ 2 ദ്രവങ്ങളാണ്. ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഒരു അറയുണ്ട് അല്ലെ. നമ്മുടെ ഈ പറയുന്ന കോർണിയയ്ക്ക് പിന്നിലായിട്ടും ലെൻസിന്റെ മുന്നിലായിട്ടും ഇവിടെ ഒരു അറ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ലെൻസിന് പിന്നിലായിട്ട് ഇവിടെ ഒരു വലിയൊരു അറ കിടപ്പുണ്ട് അല്ലെ. ഈ 2 അറകളിലും 2 തരത്തിലുള്ള ലിക്വിഡ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 ദ്രവങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പഠിച്ചിട്ട് വരാം. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. വിട്രസ് ഹ്യൂമറും അതുപോലെ തന്നെ അക്വസ് ഹ്യൂമർ. അപ്പം നമ്മുടെ ഫ്രണ്ടിലുള്ളത് അക്വസ് ഹ്യൂമറും നമ്മുടെ കണ്ണിനകത്തുള്ളത് വിട്രസ് ഹ്യൂമർ ആണ് എന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇനി നമുക്ക് അതൊന്ന് രണ്ടും പഠിച്ചിട്ട് വന്നാലോ. കണ്ണിലെ ദ്രവങ്ങൾ. അക്വസ് ദ്രവം എവിടെ കാണുന്നു? കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം. എങ്ങനത്തെ ദ്രവമാണടാ? ജലം പോലുള്ള ദ്രവം. പഠിച്ചു വെക്കണേ. ഇതെല്ലാം SCERT പോയിന്റ്സ് കിടപ്പുണ്ട്. അപ്പൊ എവിടെയാണ് അക്വസ് ദ്രവം കാണുന്നത് അല്ലെങ്കിൽ അക്വസ് അറ കാണുന്നത് എന്ന് ചോദിച്ചാൽ കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ് എന്ത് കാണുന്നത്? അക്വസ് ദ്രവം കാണുന്നത്. ഏത്? കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ കാണുന്ന അക്വസ് അറയ്ക്കകത്താണ് കാണുന്നത്. എങ്ങനത്തെ ദ്രവമാണ് എന്ന് ചോദിച്ചാൽ ജലം പോലുള്ള ദ്രവം. അവിടെ ജെല്ലിയല്ല, ജലം പോലുള്ള ദ്രവമാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ടത്, ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗീകരണം ചെയ്യപ്പെടുന്നു. ഇത് പഠിച്ചു വെക്കണേ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളിത് പഠിക്കും. ഓക്കെ, നമ്മൾ ഒരു അസുഖത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കാത്തത് കൊണ്ട് നമ്മൾ കണ്ണിന്റെ ഒരു അസുഖം പഠിക്കും കേട്ടോ. ഏതാണ്? ഈ പറയുന്ന നമ്മുടെ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള അക്വസ് ദ്രവം എവിടെ നിന്നുണ്ടാവുന്നു? രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗീകരണം ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഏറ്റവും വലിയ ധർമ്മം എന്താണ്? കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഓർത്തു വെക്കേണ്ട പോയിന്റ്സുകൾ മനസ്സിലായല്ലോ. ഉറക്കമായിരുന്നു, ഇപ്പോഴാണ് എഴുന്നേറ്റത്? അല്ല സാർ, എനിക്കൊരു കോള് വന്നു സാർ, ഞാൻ അങ്ങനെ അത് സംസാരിച്ചോണ്ടിരുന്ന പോയി സാർ. സാരമില്ല, കുഴപ്പമില്ല. ബാക്കി എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വരാം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത്. അപ്പൊ ധർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് ആരാണ്? നമ്മുടെ ഈ അക്വസ് ദ്രവമാണ്. അപ്പൊ നമുക്ക് ഓർക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ കുഞ്ഞുങ്ങളെ, ഇത് എന്തുകൊണ്ട് രക്തത്തിൽ നിന്നുണ്ടായി എന്ന് ഇപ്പൊ മനസ്സിലായോ? രക്തത്തിന്റെ ധർമ്മവും ഏത് തന്നെയാണ്? ഓക്സിജനും പോഷണവും കൊണ്ടെത്തിക്കുക അല്ലെ. എല്ലായിടത്തേക്കും ഓക്സിജനും പോഷണവും കൊണ്ടെത്തിക്കുക. അപ്പൊ ഈ രക്തത്തിൽ നിന്നുണ്ടാകുന്ന ആ ദ്രവത്തിനും ഏത് തന്നെയാണ് ജോലി എന്ന് പറയുന്നത്? ഇത് തന്നെയാണ്. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് ആര് തന്നെയാണ്? ഈ അക്വസ് ദ്രവമാണ്. അവിടെ ജെല്ലി പോലെ ഇരുന്നാൽ എങ്ങനെയാണ് ഇത് എല്ലായിടത്തും
പ്രവർത്തിക്കുക? പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അത് ജലം പോലെയുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊക്കെ മിറക്കിൾസ് ആണ് അല്ലെ ഇതിനകത്ത് നമ്മുടെ കണ്ണില് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉള്ളതെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓരോ കാര്യങ്ങളിലും നമ്മളെ സൃഷ്ടിച്ച വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ഉണ്ടായപ്പോൾ തന്നെ ഇതൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അടുത്തത് വിട്രിയസ് ദ്രവമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് എവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ അല്ലെ. ഇനി അടുത്ത ഏതാണ്? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് ഏത് കാണപ്പെടുന്നത്? വിട്രിയസ് ദ്രവം കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയില് ആണ് ഏത് കാണപ്പെടുന്നത്? വിട്രിയസ് ദ്രവം കാണപ്പെടുന്നത്. എങ്ങനെയുള്ള ദ്രവം? ജെല്ലി പോലുള്ള ദ്രവം. എങ്ങനത്തെ ദ്രവം? ജെല്ലി പോലുള്ള ദ്രവം. അങ്ങനെ ജെല്ലി പോലുള്ള ദ്രവം തന്നെ നമുക്കറിയാം. ജെല്ലി ബോൾസ് അറിയാം അല്ലെ. നമ്മൾ ആ ബീഡ്സ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ക്രിസ്റ്റൽ പോലെയാണ് ഇരിക്കുന്നത് അല്ലെ. എന്താ ഞാൻ പറഞ്ഞത്? ക്രിസ്റ്റൽ പോലെ ഇരിക്കുന്നു അല്ലെ. ക്രിസ്റ്റൽ പോലെ ഇരിക്കുന്നു. ഇതിനൊരു കാര്യമുണ്ട്, ഞാൻ പറയാം എന്താന്നുള്ളത്. അപ്പൊ നമുക്ക് കണ്ണിന് ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത്, അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ധർമ്മമാണ്. ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് ഏതാണ്? ഈ വിട്രിയസ് ദ്രവമാണ് കേട്ടോ. വിട്രിയസ് ദ്രവമാണ് എന്ന് ഓർത്തു വെക്കാം. വിട്രിയസ് ദ്രവമാണ് എന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഞാൻ ഇവിടെ ജെല്ലി പോലുള്ള ദ്രവം, ഞാൻ പറഞ്ഞു ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു അല്ലെ. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു. അപ്പൊ ഈ വിട്രിയസ് അറയ്ക്ക് സ്ഫടിക അറ എന്നും കൂടെ പറഞ്ഞോളൂ കേട്ടോ. സ്ഫടികമില്ലേ? സ്ഫടികം ക്രിസ്റ്റൽ, അത് തന്നെയാണ് സ്ഫടിക അറ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അത് ഏതാണ്? നമ്മുടെ ഈ വിട്രിയസ് ആണ് കേട്ടോ, സ്ഫടിക അറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അക്വസ് ദ്രവത്തിനകത്ത് അല്ലെങ്കിൽ അക്വസ് അറയ്ക്ക് വേറൊരു പേര് പറയാം, ജലീല. ഓക്കെ, ജലം ഉള്ളത് കൊണ്ട് തന്നെ ജലീയ അറ എന്ന് നമുക്ക് പറയാം. ജലീയ അറ. അപ്പൊ ജലത്തിനെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് അതിനെ ജലീയ അറ എന്നും, മറ്റത് ജെല്ലി പോലുള്ള ക്രിസ്റ്റൽ ഷേപ്പ് ആയതുകൊണ്ട് അതിനെ സ്ഫടിക അറ എന്ന് നമുക്ക് പറയാം. ഓക്കെയാണോ കുഞ്ഞുങ്ങളെ? അപ്പൊ അക്വസ് ദ്രവം എവിടെയാണ്? വിട്രിയസ് ദ്രവം എവിടെയാണെന്ന് കിട്ടിയല്ലോ. കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ കാണുന്നത് അക്വസ് ദ്രവം, ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ കാണുന്നത് നമ്മുടെ വിട്രിയസ് ദ്രവമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ കാണുന്നത് ഏതാണ്? അക്വസ് ദ്രവമാണ്. അപ്പൊ ആദ്യം കാണുന്നത് അക്വസ് ദ്രവം. അപ്പൊ രണ്ടാമത് കാണുന്നത് ഇവിടെ വിട്രിയസ് എന്ന് പറയുന്നത് രണ്ടാമതാണ്. ABCD പഠിച്ചാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. രണ്ടാമത് വരുന്നത് രണ്ടാമതല്ല, കഴിഞ്ഞിട്ടാണ്. അപ്പൊ ആദ്യം കാണുന്നത് ഇവിടെ കണ്ണിന്റെ ഈ ഭാഗത്ത് കാണുന്നത് ഏതാണ്? അക്വസ് അറയും അതുപോലെ തന്നെ വിട്രിയസും. ഇതിനകത്ത് അക്വസ് ദ്രവം അല്ലെങ്കിൽ ജലീയ അറയ്ക്കകത്ത് കാണുന്നത് എന്താണ്? ജലം പോലുള്ള ദ്രവം. ഇത് എന്ന് പറയുന്നത് വിട്രിയസ് ഹ്യൂമർ ആണ്. സ്ഫടികം പോലെയുള്ള അറയ്ക്കകത്തുള്ളത് ഈ പറയുന്ന പോലെ വിട്രിയസ് ഹ്യൂമർ ആണ്. അപ്പൊ ഇതിനകത്ത് ചോദിക്കാം ഏത് അറയാണ് ഏറ്റവും വലിയ അറ എന്ന് ചോദിക്കാം കേട്ടോ. കണ്ണിലെ ഏത് അറയാണ് ഏറ്റവും വലിയ അറ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം വിട്രിയസ് ചേംബർ ആണ്, അല്ലെങ്കിൽ വിട്രിയസ് അറയാണ്, അല്ലെങ്കിൽ സ്ഫടിക അറയാണ് ഏറ്റവും വലിയ അറ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഇത്രയും അല്ലെ, ഈ കണ്ണിന് ഷേപ്പ് നൽകുന്നതിന് കാരണം ഈ ജെല്ലിയാണ്. ഇതിനകത്തുള്ള ജെല്ലി പോലെയുള്ള സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും രണ്ട് കാര്യങ്ങൾ കിട്ടിയോ? ഓക്കെയാണോ? മാറ്റിക്കോട്ടെ. ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോകണം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള സമയമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് കണ്ണിലെ പ്രകാശ ക്രമീകരണം നമുക്കൊന്ന് പഠിക്കണം. ഓക്കെ, കണ്ണിലെ പ്രകാശ ക്രമീകരണം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ കുഞ്ഞുങ്ങളെ. ഇത് എങ്ങനെയായിരിക്കും? മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റമാണ്. മങ്ങിയ വെളിച്ചത്തിൽ നമ്മൾ എന്താ നന്നായിട്ട് തെളിമ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ നോക്കും അല്ലെ. അപ്പൊ എന്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയാൽ മതി ആ പ്യൂപ്പിൾ വലുതായി വന്നത് അല്ലെ. അതുപോലെ തന്നെ എന്താണ് തീവ്ര പ്രകാശത്തിൽ പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം? നമ്മൾ കണ്ണിലേക്ക് ഭയങ്കരമായിട്ടുള്ള പ്രകാശം അടിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കണ്ണിന്റെ ആ പ്യൂപ്പിൾ ചുരുങ്ങും. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ 2 കാര്യങ്ങൾ പഠിക്കണം, 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. സംഭവം ചെറിയൊരു പിക്ചറും ചെറിയ 2 പിക്ചേഴ്സ് ആണ് അല്ലെ. പക്ഷെ ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒളിഞ്ഞു കിടപ്പുണ്ട്. നോക്കിക്കോണേ. മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിളിന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കാം. തീവ്ര പ്രകാശത്തിൽ പ്യൂപ്പിളിന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കാം അല്ലെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 2 പേശികളെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഏതൊക്കെ പേശികളാണ്? റേഡിയൽ പേശികളും, ഓക്കെ, റേഡിയൽ പേശികളും വലയ പേശികൾ അല്ലെ. വലയ പേശികൾ. അപ്പോൾ റേഡിയൽ പേശികളും ഉണ്ട്, സർക്കുലർ മസിൽസും ഉണ്ട്, വലയ പേശികളും ഉണ്ട്. ഓക്കെ, അപ്പൊ റേഡിയൽ മസിൽസും സർക്കുലർ മസിൽസും. അപ്പൊ ഈ 2 പേശികൾ ഉണ്ടെന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പേശികൾ എന്ന് പറയുമ്പോൾ, റേഡിയൽ പേശികൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇവിടം വരെയാണ് റേഡിയൽ പേശികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പ്യൂപ്പിൾ ആണെങ്കിൽ ഇതിന് ഇങ്ങോട്ടിരിക്കുന്നതാണ് റേഡിയൽ പേശികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റേഡിയൽ പേശികൾ എന്ന് പറയുന്ന സംഭവം എങ്ങോട്ട്
ചുരുങ്ങുന്നു എന്ന് നമ്മൾ നോക്കണം. ചുരുങ്ങുക എന്ന് പറയുമ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഈ പേശികള് എന്ത് ചെയ്യണം? ഇങ്ങനെ ഇങ്ങോട്ടും വലിയണം, അല്ലെ? ഇങ്ങോട്ടും അത് ചെറുതാവുമ്പോഴാണ് അത് ചുരുങ്ങുക എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴാണ്, ഔട്ടറിലേക്ക് വരുമ്പോഴാണ് അത് ചുരുങ്ങുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വലയ പേശികൾ എന്ന് പറയുന്നത് ഈ സർക്കുലർ, ഈ വലയ പേശികൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ മതി. മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിളിന് എന്തുണ്ടാകും എന്ന് നമുക്കറിയാം. ഇങ്ങനെ വികസിക്കും, അല്ലെ? പ്യൂപ്പിൾ ഇങ്ങനെ വികസിക്കുമ്പോൾ അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, റേഡിയൽ പേശികൾ സങ്കോചിക്കും. ഓക്കെ, റേഡിയൽ പേശികൾ സങ്കോചിക്കും. പക്ഷേ വലയ പേശികൾക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അത് എന്ത് സംഭവിക്കും? വലയ പേശികൾക്ക് ഇവിടെ നോക്കിയിട്ട് പറഞ്ഞ എന്താ സംഭവിക്കുന്നത്? വലയ പേശികള് സങ്കോചിക്കോ? എന്താ സംഭവിക്കുന്നത്? ചിഞ്ചു, വികസിക്കും, അല്ലെ? ഇവിടെ എന്ത് ചെയ്തു? ഇങ്ങനെ അകത്തേക്ക് അവിടെ എന്ത് ചെയ്തു? ആണോ? എന്താണ്? റിലാക്സ് ചെയ്യിക്കോ അതോ കോൺട്രാക്ട് ചെയ്യോ? എന്ത് ചെയ്തു? ഇങ്ങോട്ട് വന്നു, അല്ലെ? ഇങ്ങോട്ട് വന്നു. അപ്പൊ അതായത് എന്ത് ചെയ്തു? അവിടെ സങ്കോചിക്കുകയാണോ ചെയ്തേ? വികസിക്കുകയാണോ ചെയ്യുന്നത്, അല്ലെ? ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇതെന്ത് ചെയ്തു? ഇവിടെ വരുമ്പോഴാണ്, സങ്കോചിക്കുമ്പോഴാണ് ഇവിടെ വരുന്നത്. ഇത് കണ്ടോ, ചെറുതാവുന്നത്. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു 2 കാര്യങ്ങൾ. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോ വലയ പേശികൾ എന്ത് ചെയ്യും? വികസിക്കും. ഓക്കെ, അവിടെ ഓർത്ത് വെക്കണം വലയ പേശികൾക്ക് എന്താണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ തീവ്ര പ്രകാശത്തിൽ പ്യൂപ്പിളിന് എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരെണ്ണം പഠിക്കുന്നുണ്ട്. വലയ പേശികൾ സങ്കോചിക്കുന്നു, പക്ഷേ ഇവിടെ എന്ത് പറ്റി? നമ്മുടെ റേഡിയൽ പേശികൾ വികസിക്കും. ഓക്കെ, അപ്പോ റേഡിയൽ പേശികൾ വികസിക്കുന്നു, വലയ പേശികൾ സങ്കോചിക്കുന്നു. ഈ 2 കാര്യങ്ങളും കൂടെ അവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? ആ ചിത്രം ഒന്നും കൂടെ ഒന്ന് നോക്കിയാൽ മതി. നിങ്ങളുടെ കണ്ണിൽ തന്നെ നിങ്ങൾ പ്യൂപ്പിൾ പഠിക്കണം. ഓക്കെ, എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മങ്ങിയ പ്രകാശം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ നോക്കും. അപ്പൊ പ്യൂപ്പിൾ വലുതാവും. ഓക്കെ, ദെൻ തീവ്ര പ്രകാശത്തിനകത്ത് നമ്മൾ ഇങ്ങനെ ചുരുങ്ങി, അല്ലെ? വീണ്ടും അത് ചുരുങ്ങും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, പ്യൂപ്പിൾ ചെറുതാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ 2 പേശികളെയും കുറിച്ച് പഠിക്കുക, റേഡിയൽ പേശികളും വലയ പേശികളും. ഇനി നമ്മൾ ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകാശഗ്രാഹി കോശങ്ങളിലെ ആവേഗങ്ങളുടെ രൂപപ്പെടൽ എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു ഭാഗമുണ്ട്. അപ്പൊ ഇവിടെ 2 കാര്യങ്ങൾ, പ്രകാശഗ്രാഹി കോശങ്ങളിൽ കാണുന്ന 2 കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കാനുണ്ട്. റോഡോപ്സിനും ഫോട്ടോപ്സിനും. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്? റോഡോപ്സിൻ ആൻഡ് ഫോട്ടോപ്സിൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓക്കെ, നിങ്ങൾ ബാക്കി നമുക്ക് നോക്കാം. ഇതിനകത്ത് റോഡോപ്സിൻ എന്ന് പറഞ്ഞാൽ റെറ്റിനാളും അതുപോലെ തന്നെ ഓപ്സിൻ എന്ന് പറയുന്ന ഒരു കമ്പോണന്റും കൂടെ ചേർന്നിട്ടാണ് ഇതുണ്ടാവുക. ഇവിടെയും ഏത് തന്നെയാണ്? ഫോട്ടോപ്സിനെയും അത് തന്നെയാണ്, റെറ്റിനാൽ പ്ലസ് ഓപ്സിൻ ആണ്. ഓക്കെ, എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ 1-2 കാര്യങ്ങൾ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ കൺഭിത്തി എന്ന് പറയാം, അല്ലെ? പാളികൾ, കണ്ണിന്റെ പാളികൾ എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് കൺഭിത്തി എന്ന് പറയാം കേട്ടോ. വാൾ എന്ന് പറയുന്നതിന് കൺഭിത്തി, കൺഭിത്തിയിലെ ഭാഗങ്ങൾ. നമ്മള് പടലങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദൃഢപടലം, രക്തപടലം, അതുപോലെ തന്നെ ദൃഷ്ടിപടലം പഠിച്ച കാര്യം തന്നെയാണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടോണം. ചില കാര്യങ്ങൾ ഞാൻ പറയും. നേത്രകോടാരം. ഓക്കെ, നേത്രകോടാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ കണ്ണ്, അല്ലെ? തലയോട്ടിയിലെ ഈ കുഴികളെയാണ് നമ്മൾ നേത്രകോടാരം അല്ലെങ്കിൽ ഐ സോക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ചില വാക്കുകൾ പഠിച്ചു പോട്ടോ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് കൺപോളകൾ. ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കണ്ണിന്റെ കാവൽക്കാരൻ ആര്? കണ്ണിന്റെ കാവൽക്കാരൻ എന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ആരാണ്? കൺപോളകളാണ്. ഓക്കെ, കൺപോളകളാണ് എന്ന് ഓർത്തു വെക്കുക, കൺപോളകൾ. ഓക്കെ, അടുത്തൊരു പോയിന്റ്, കണ്ണുനീര് എന്ന് പറയുന്നതിന്റെ ധർമ്മം എന്ത് എന്ന് ചോദിച്ചാൽ കണ്ണിന്റെ മുൻഭാഗത്തെ വൃത്തിയാക്കുന്നു, നനവുള്ളതാക്കുന്നു. ഇതാണ് 2 മെയിൻ ആയിട്ടുള്ള പ്രോസസ്. അതുപോലെ തന്നെ കണ്ണിന്റെ മുൻഭാഗത്തെ വൃത്തിയാക്കുക എന്ന് പറയുന്നത് കണ്ണിനകത്ത് ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട്. കണ്ണിനകത്ത് എന്ന് പറയുമ്പോൾ കണ്ണുനീരിൽ ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ഏത്? ലൈസോസൈം എൻസൈം. ഏതാണ്ടാ? ലൈസോസൈം എൻസൈം അടങ്ങിയിട്ടുണ്ട്, അല്ലെ? കണ്ണുനീരില് മാത്രമാണോ ലൈസോസൈം എൻസൈം ഉള്ളത്? ഒരു ചോദ്യമാണ്. എവിടെയൊക്കെയാണ് ഇത് ലൈസോസൈം എൻസൈം കാണപ്പെടുന്നത്? നമ്മുടെ ശരീരത്തിൽ മെയിൻ ആയിട്ട് 3 ഭാഗങ്ങളിലുണ്ട്, 3 കാര്യങ്ങളിലുണ്ട്. ഒന്ന് നമ്മൾ പഠിച്ചു, കണ്ണുനീര്. ഇനി അടുത്ത 2 കൂടെ പറഞ്ഞേ. സലൈവ, അല്ലെ? അത് ഉമിനീര്. വെരി ഗുഡ്. കണ്ണുനീര്, ഉമിനീര്. ഒന്നും കൂടെ ഉണ്ട്. വെരി ഗുഡ് പ്രീത. ഒന്നും കൂടെ ഉണ്ട്.
ഒരു പോയിന്റ് കൂടെ. മൂത്രത്തില് കേട്ടോ. അപ്പൊ 3 പഠിച്ചു വെക്കുക. കണ്ണുനീരില്, അതുപോലെ തന്നെ സലൈവ ഉമിനീര്, അതുപോലെ തന്നെ മൂത്രത്തില്. ഓക്കെ, അപ്പോ 3 എന്താണ്? ഫ്ലഷിങ് ആക്ഷൻ ആണ് അല്ലെ. നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് കണ്ണുനീര് വരുന്നത് നമുക്കറിയാം. കൂടുതലായിട്ട് കണ്ണിൽ എന്തെങ്കിലും പോകുമ്പോഴാണ് അതിനെ കഴുകി വെളിയിലോട്ട് കളയും അല്ലെ. നമ്മൾ ചെറിയൊരു പ്രാണി വീണാൽ തന്നെ അതിനെ അങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം എപ്പോ തട്ടിപ്പോയി എന്ന് വെച്ചാൽ മതി. വലിയ പ്രാണിയാണെങ്കിൽ കണ്ണു പോകും. പക്ഷെ ചെറിയ പ്രാണിയൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് അത്രയും വേദന എടുക്കുമെങ്കിലും ഇതിനകത്ത് കണ്ണുനീരിലുള്ള ലൈസോസൈം എന്ത് ചെയ്യും? അവനെ തട്ടും. ഓക്കെ, അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഉമിനീര് നമ്മുടെ വായിലേക്ക് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തുപ്പിക്കളയും അല്ലെ. അതുപോലെ തന്നെ മിക്കവാറും വായിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും? ആ എൻസൈം അതിനുമായിട്ട് കൂടിക്കുഴഞ്ഞ് അതിനെ നശിപ്പിക്കും. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മൂത്രത്തിൽ കൂടെ അത് ഫ്ലഷിങ് ആക്ഷൻ ആണ്. നമ്മൾക്ക് വൈറൽ ഫീവർ ഒക്കെ വരുമ്പോൾ ഡോക്ടർ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്താ പറയുന്നത്? നിങ്ങൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ നല്ല റെസ്റ്റ് എടുക്കുക. ഈ 2 കാര്യങ്ങൾ പറയാറുണ്ട് അല്ലെ. അപ്പം വെള്ളം കുടിക്കുക എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണ്? നന്നായിട്ട് വെള്ളം കുടിക്കുക, നമ്മൾ മൂത്രം ഒഴിച്ച് കളയും അല്ലെ. ഉറപ്പായിട്ടും മൂത്രത്തിൽ കൂടെ എന്ത് ചെയ്യും? ഈ നമ്മുടെ ഉള്ളിലുള്ള വൈറസ് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മാക്സിമം അങ്ങനെ നമുക്ക് കളയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ലൈസോസൈം ആണ് എന്ന് ഓർത്തു വെക്കുക. എൻസൈം ഏതാണ്? ലൈസോസൈം. ഇനി ഏത് ഗ്ലാൻഡ് ആണ് ഇത് ഉത്ഭവിക്കുന്നത്, അല്ലെങ്കിൽ കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ് ഏതെന്ന് പറയുന്നത്? ക്രൈ എന്ന് ഓർത്ത് വെച്ചാൽ മതി അല്ലെ. കരയാൻ വേണ്ടിയിട്ട് കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്നത് ലാക്രിമൽ ഗ്ലാൻഡ് ആണ് കേട്ടോ. ലാക്രിമൽ ഗ്രന്ഥിയാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്നത് ലാക്രിമൽ ഗ്രന്ഥിയാണ് കേട്ടോ. ലാക്രിമൽ ഗ്രന്ഥിയും ഏത് എൻസൈം ആണെന്ന് ചോദിച്ചാൽ അത് ലൈസോസൈം എൻസൈം ആണ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇതിനകത്ത് ചിലപ്പോൾ ചോദിക്കാം, കണ്ണുനീര് അടങ്ങിയിരിക്കുന്ന എൻസൈം രാസാഗ്നി ഏത് എന്ന് ചോദിക്കുകയും ലൈസോസൈം എന്ന് പറയുന്ന ഓപ്ഷന്റെ കൂടെ തന്നെ ലൈസോസോം എന്നും കൂടെ കാണും അല്ലെ. ലൈസോസോം എന്നും കാണും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ആണ്. അപ്പൊ ലൈസോസോം എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം സെൽ ഓർഗനൽസ് ആണ് അല്ലെ. ലൈസോസോം എന്ന് പറയുന്നത് സെൽ ഓർഗനൽസ് ആണ്. അനിമൽ സെല്ലിനകത്ത് കാണുന്ന ഓർഗനൽ ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോശാംഗങ്ങൾ എന്ന് പറയുന്നതിനകത്ത് വരുന്നതാണ് ഏത്? ലൈസോസോം എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഈ 2-3 പോയിന്റ് കിട്ടിയ ലൈസോക്കറ്റ് എന്ന് പറയുന്നതിന്റെ മലയാളം നേത്ര കോടാരം, തലയോട്ടിയിലെ കുഴികളാണ്. അതുപോലെ തന്നെ കണ്ണിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് കൺപോളകളാണ്. കണ്ണുനീര് അടങ്ങിയിരിക്കുന്ന എൻസൈം ഏതെന്ന് ചോദിച്ചാൽ ലൈസോസൈം. കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ ലാക്രിമൽ ഗ്രന്ഥിയാണ്. ഓക്കെ, ലാക്രിമൽ ഗ്രന്ഥിയാണ്. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പോയിന്റിലുണ്ട്. ജലീയ അറയെന്ന്, സ്ഫടിക അറയെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോർണിയയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? നേത്രദാനം നടത്തുമ്പോൾ ദാതാവിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? കോർണിയ എന്ന് പറയുന്നത്. അപ്പോൾ നേത്രദാനം നടത്തുമ്പോൾ ദാതാവിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന ഭാഗമാണ് കോർണിയ എന്ന് പറയുന്നത്. അപ്പൊ ഏതാണെന്ന് മനസ്സിലായല്ലോ? കോർണിയയാണ് നമ്മൾ ആ ഭാഗം ഉപയോഗിക്കുന്ന ഭാഗം, അല്ലെങ്കിൽ ഇപ്പൊ നീക്കം ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? കോർണിയയാണെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ കൺജങ്ക്റ്റീവയുടെ കാര്യം പറഞ്ഞു, നമ്മുടെ നേത്രത്തിലെ ലെൻസിന്റെ കാര്യവും പറഞ്ഞു. ഈ 2 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നിന്ന് ശ്രദ്ധിച്ച്, കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങളാണ്. കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും അല്ലെ. എന്തൊക്കെയാ ഞാൻ പറഞ്ഞേ? റോഡ് കോശങ്ങൾ, ROAD, റോഡ് കോശങ്ങൾ. ആ റോഡല്ല, ഞാൻ ചുമ്മാ എഴുതിയതാണ്. ഈ റോഡ് എന്ന് ഉദ്ദേശിച്ചത് വേറെ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ. നമ്മൾ കാണുന്ന റോഡ് എന്ന് പറയുന്നത് എന്ത് കളറാണ്? ബ്ലാക്ക് ആണ് അല്ലെ. ബ്ലാക്ക്, ടാറിട്ട റോഡാണ്. ടാറിട്ട റോഡിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ബ്ലാക്കിന്റെ കൂടെ എപ്പോഴും വരുന്നത് വൈറ്റ് അല്ലേ. അപ്പോ റോഡ് കോശങ്ങൾ എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷന് സാധ്യമാക്കുന്നത്. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷന് സാധ്യമാക്കുന്നത് റോഡ്. നമ്മൾ റോഡിനെ ഓർത്താൽ മതി, അവിടെ ബ്ലാക്ക് കളറാണ്. ബാക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് റോഡ് കോശങ്ങളാണ് എന്ന് ഓർത്തു വെക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ രാത്രി കാഴ്ച അല്ലെ, രാത്രി കാഴ്ച സുഗമമാക്കുന്നതിന് കാരണം ഏത് കോശങ്ങളാണ്? റോഡ് കോശങ്ങളാണ് എന്ന് ഓർത്തു വെക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ ആണ് നമുക്ക് രാത്രി കിട്ടുന്നത് അല്ലെ. കളർ ഏതൊക്കെ സാധനങ്ങൾക്ക് പല കളർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെളിച്ചമുണ്ടെങ്കിലാണ് കൃത്യമായിട്ട് നമുക്ക് അതിന്റെ കളർ മനസ്സിലാക്കുക അല്ലെ. അല്ലാതെ നമ്മൾ രാത്രിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. നിങ്ങൾ ലൈറ്റ് അണച്ചിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ, ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്കൊന്നും കാണാൻ പറ്റണമെന്നില്ല അല്ലെ. പക്ഷെ നിങ്ങൾക്ക്
കുറച്ചു നേരം കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു തെളിമ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ പിന്നെ മേശപ്പുറത്തിരിക്കുന്ന ചില സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലുള്ള പല സാധനങ്ങൾ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ റോഡ് കോശങ്ങൾ, അതായത് രാത്രി കാഴ്ചയ്ക്ക് സാധ്യമാകുന്നത് കണ്ണിലെ ഏത് കോശങ്ങളാണ് അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന ഏത് കോശങ്ങളാണെന്ന് ചോദിച്ചാൽ റോഡ് കോശങ്ങളാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷന് സാധ്യമാകുന്നത് ഏത് കോശങ്ങളാണെന്ന് ചോദിച്ചാൽ അത് റോഡ് കോശങ്ങളാണ്. ഇനി വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സാധിക്കുന്നത് ഏത് കോശം കൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഏത് കോശത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് റോഡ് കോശങ്ങൾ. ഇനി നമുക്കറിയാം റോഡ് കോശങ്ങളിനകത്തുള്ള വർണ്ണകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെക്കണേ, റോഡോപ്സിൻ. അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ, റോഡോപ്സിൻ. റോഡ് കോശങ്ങൾ എന്തായിരിക്കും കൊണ്ടുവരുന്നത്? റോഡോപ്സിൻ ആണ് അല്ലെ, റോഡോപ്സിൻ ആണ് എന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മങ്ങിയ വെളിച്ചത്തിൽ തന്നെ ഇത്രയും കാഴ്ച സാധ്യമാക്കണമെങ്കിൽ അവിടെ അത്രമാത്രം ഗ്രാഹി കോശങ്ങൾ ഉണ്ടാവണ്ടേ, റോഡ് കോശങ്ങൾ ഉണ്ടാവണ്ടേ. അപ്പൊ നമ്മുടെ കണ്ണില് ഏകദേശം 12.5 ലക്ഷം, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 12.5 lakhs ആണ് റോഡ് കോശങ്ങൾ ഉള്ളത്. അപ്പൊ എത്രയാണ്? 12.5 lakhs ആണ്, 12.5 ലക്ഷമാണ് റോഡ് കോശങ്ങൾ ഉള്ളത് എന്ന് ഓർത്തു വെക്കാം. അപ്പൊ റോഡ് കോശങ്ങൾ രാത്രി കാഴ്ചയ്ക്ക് സാധ്യമാകുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സാധ്യമാക്കുന്നു. ഓക്കെ, അതിനകത്ത് കാണുന്ന വർണ്ണകം ഏതാണ്? റോഡോപ്സിൻ ആണ്. ഓക്കെ, റോഡോപ്സിൻ ആണ്. ഇനി അടുത്തത് കോൺ കോശങ്ങൾ അല്ലെ, രണ്ടാമത്തതാണ് നമ്മൾ പറയുന്നത് കോൺ കോശങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ, കോൺ എന്ന് പറയുമ്പോൾ തന്നെ കളർ എന്ന് നമ്മൾ പഠിച്ചു വെക്കണം അല്ലെ. കളറാണ് കോൺ കോശങ്ങൾ എന്ന് പറയുന്നത്. നിറങ്ങൾ കാണാൻ സഹായിക്കുന്നത്, തീവ്ര പ്രകാശത്തിൽ കാണാൻ, നമ്മൾ നേരത്തെ പറഞ്ഞു മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സാധിക്കുന്നത് റോഡ് കോശങ്ങളാണ്. 12.5 ലക്ഷമുള്ള റോഡ് കോശങ്ങളാണ് അതിന് സഹായിക്കുന്നത്. അപ്പോൾ തീവ്ര പ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്നത് ഏതാണ്? കോൺ കോശങ്ങളാണ്. ഓക്കെ, നിറങ്ങൾ കാണാൻ സാധിക്കുന്നത് കോൺ കോശങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഇവിടത്തെ വർണ്ണകം ഏതാണെന്ന് ചോദിച്ചാൽ അയഡോപ്സിൻ ആണ് കേട്ടോ, അയഡോപ്സിൻ ആണ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഏതാണ്ട് അയഡോപ്സിൻ ആണ് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഇതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേര് കൂടെ ഉണ്ട്, ഫോട്ടോപ്സിൻ. പ്രകാശത്തിൽ കാണുന്നതല്ലേ, ഫോട്ടോപ്സിൻ എന്നും നമുക്ക് പറയാം കേട്ടോ, ഫോട്ടോപ്സിൻ എന്നും പറയാം, അല്ലെങ്കിൽ അയഡോപ്സിൻ എന്നും പറയാം. ഓക്കെ, ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ എന്ന് പറയുന്നത് ഏതാണ്? കോൺ കോശങ്ങളിൽ കാണുന്ന വർണ്ണഗണമാണ്. അപ്പൊ ഇതിനകത്ത് ഓർമ്മ കിട്ടിയല്ലോ. അപ്പൊ അയഡോപ്സിൻ ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? കോൺ കോശങ്ങളാണ്. റോഡ് കോശങ്ങള് റോഡോപ്സിൻ ആണ്. ഓക്കെ, ഇതിനകത്ത് 7 ലക്ഷമേ ഉള്ളൂ കേട്ടോ, 7 ലക്ഷമേ ഉള്ളൂ. ഇതിന്റെ കണക്കെന്ന് പറയുന്നത് 7 ലക്ഷമേ ഉള്ളൂ. നേരത്തെ എത്രയായിരുന്നു പറഞ്ഞേ? 12.5% അല്ലെ, 12.5 lakhs ആയിരുന്നു നമ്മൾ അവിടെ പറഞ്ഞത്. ഇവിടെ 7 ലക്ഷമായിരിക്കും കോൺ കോശങ്ങൾ കാണുക. അപ്പം റോഡ് കോശങ്ങളെ കുറിച്ചും കോൺ കോശങ്ങളെ കുറിച്ചും ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ ആണേ. അതുപോലെ തന്നെ കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ജീവകം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ തീരില്ല, കണ്ണ് തന്നെ തീരില്ല, 3 ദിവസം എടുക്കാനുള്ളതുണ്ട്. ഓക്കെ, കണ്ണിന്റെ ആരോഗ്യത്തിനുള്ള ഏതാണ് ജീവകം എന്ന് പറയുന്നത്? വൈറ്റമിൻ എന്ന് പറയുന്നത് എ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നസ് അല്ലെ, നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നസ്, സിറോഫ്താൽമിയ. ഓക്കെ, ഇതിനൊക്കെ കാരണമാകുന്ന അല്ലെങ്കിൽ ഇതിന്റെ അഭാവം കൊണ്ട്, ഏതിന്റെ അഭാവം? ജീവകം എയുടെ അഭാവം കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് അല്ലെ. നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ് എന്നും, അല്ലെങ്കിൽ മാലക്കണ്ണ്. ഓക്കെ, മാലക്കണ്ണ് എന്നറിയപ്പെടുന്നത് നൈറ്റ് ബ്ലൈൻഡ്നസിന്റെ മറ്റൊരു പേര് കേട്ടോ. നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറയാം. മാലക്കണ്ണ് എന്ന് പറയുന്നത് ഏതാണ്? കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ജീവകം എ യുടെ അഭാവം കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് പഠിച്ചു? സിറോഫ്താൽമിയ. ഓക്കെ, സിറോഫ്താൽമിയ. ഇത് രണ്ടും പ്രശ്നങ്ങൾ വരുന്നത് ജീവകം എയുടെ അഭാവം കൊണ്ടാണ് എന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒരു മാർക്ക് ചോദിക്കും, നമ്മൾ പലപ്പോഴും തെറ്റിച്ചിട്ടുള്ള PSCയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ണിന്റെ ക്വസ്റ്റ്യൻ ആണ് ദീർഘദൃഷ്ടിയും ഹ്രസ്വദൃഷ്ടിയും, അതായത് ഹൈപ്പർ മെട്രോപ്പിയ ആൻഡ് മയോപ്പിയ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും അല്ലെ. ദീർഘദൃഷ്ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഞാൻ ഇവിടെ നിൽക്കുകയാണ് അല്ലെ. ദീർഘദൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ദീർഘം എന്ന് പറയുന്നത് തന്നെ ഡിയിലാണ് തുടങ്ങുന്നത് അല്ലെ. ഞാൻ ഇവിടെ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ഞാൻ ദീർഘമായിട്ടുള്ള ദൃഷ്ടിയാണ്, മുൻപിലേക്കുള്ള എന്റെ ദൃഷ്ടിയാണ് അല്ലെ, ദീർഘമായിട്ടുള്ള ദൃഷ്ടിയാണ് അല്ലെ. അപ്പൊ എന്താണ്? ഒരുപാട് ദൂരേക്ക് എനിക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ മറ്റൊരു പേര്
ലോങ് സൈറ്റ്. അപ്പോ ലോങ് സൈറ്റ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ദൂരെയുള്ളതാണ് അല്ലെ, ദൂരെയുള്ളത് കാണാം, പക്ഷെ എന്ത് കാണാൻ പറ്റില്ല, അടുത്തുള്ളത് കാണാൻ പറ്റില്ല. അപ്പൊ ഹൈപ്പർ മെട്രോപ്പിയ ഓർത്ത് വെച്ചാൽ മതി. ഹൈപ്പർ അതായത് ദൂരെയുള്ളത്, ഹൈപ്പർ മാർക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഒരുപാട് കാര്യങ്ങളുള്ളത്, ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മള് അവിടെ ആ ഒരു പേരൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞത്, ഹൈപ്പർ മെട്രോപ്പിയ. ഓക്കെ, ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്നത് ദൂരെയുള്ളത്, ദീർഘദൃഷ്ടി എന്നൊക്കെ ഉള്ളത് ഓർത്തു വെക്കാം. അപ്പൊ PSC ചോദിക്കുന്നത് ദൂരെയുള്ളത് കാണാൻ കഴിയുന്നത് എന്നല്ല, അവിടെ ചോദിക്കുന്നത് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത കാഴ്ചാവൈകല്യം. നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ്. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി, അപ്പൊ അടുത്തുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിലേക്ക് ഏത് വരും, ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്ന ഒരു ചിന്ത വരും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. അപ്പൊ എനിക്ക് ഏത് കാണാം, ദൂരെയുള്ളത് കാണാം. അപ്പൊ അത് എന്ത് സാധനമാണ്, ദീർഘദൃഷ്ടിയാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണം, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത കാഴ്ച വൈകല്യമാണ് ഇതെന്ന് പറയുന്നത്, ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ കാഴ്ച വൈകല്യമാണ്. അപ്പൊ എന്താ എനിക്കുള്ള പ്ലസ്, ദൂരെയുള്ളത് കാണാം അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ദീർഘം എന്നല്ലേ പറഞ്ഞത്, ദീർഘദൃഷ്ടിയല്ലേ, ദൂരെയുള്ളത് കാണാലോ. അപ്പൊ ഈ ഒരു പ്രതലത്തിൽ കാണുന്ന ലെൻസിന് പറയുന്ന പേരെന്താണ്, ഇങ്ങനെ കാണുന്ന ലെൻസിന് പറയുന്ന പേര് കോൺവെക്സ് ലെൻസ്. കണ്ട, ആ ഒരൊറ്റ ഡീൽ നമ്മൾ എല്ലാ സാധനങ്ങളും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കോൺവെക്സ് ലെൻസ്. അപ്പൊ ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ, കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. അപ്പൊ ദീർഘദൃഷ്ടി, ഹൈപ്പർ മെട്രോപ്പിയ, ദീർഘമായിട്ടുള്ളത് കാണാം, അടുത്തുള്ളത് കാണാൻ പറ്റില്ല. അതിന് ദീർഘമുള്ള ആ കോൺവെക്സ് ലെൻസ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ ആണോ, ദീർഘദൃഷ്ടി ഓക്കെ അല്ലേ, ഇനി മറക്കില്ലല്ലോ, ഓക്കെ ആണോ? യെസ്. ഓക്കെ, ഇനി അടുത്തത് ഹ്രസ്വദൃഷ്ടി അല്ലെ. ഹ്രസ്വ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ അടുത്ത. ഞാൻ വീണ്ടും ഒരെണ്ണം വരയ്ക്കുകയാണ്. ഞാൻ ഇവിടെ നിപ്പുണ്ട്. ഹ്രസ്വദൃഷ്ടി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോവാണേ, ഓക്കെ, ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഞാൻ ഇവിടെ നിപ്പുണ്ട്, ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പോയി. ഓക്കെ, അപ്പൊ ഇവിടെ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത കാഴ്ചവൈകല്യം. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പോവാന്ന് പറയുമ്പോൾ മയോപ്പിയ, എൻ്റെ ഒപ്പീനിയനിലേക്ക് പോകുന്നു. ഓക്കെ, മയോപ്പിയ, ഷോർട്ട് സൈറ്റ് ആണ് മയോപ്പിയ. ഓക്കെ, മൈ ഒപ്പീനിയൻ, ഞാൻ ഉള്ളിലേക്ക് അങ്ങ് വലിഞ്ഞു, ആരുടെയും എനിക്ക് നോക്കാൻ സമയമില്ല, മയോപ്പിയ. ഓക്കെ, അപ്പൊ അതെന്താ, ഉള്ളിലേക്ക് വലിഞ്ഞു. ഇവിടെ ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുകയാണ്, ഞാൻ ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ, അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത കാഴ്ച വൈകല്യം. ഇവിടെ പ്രശ്നമുണ്ട്, അകലെയുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ എന്താണ്, ലോങ് സൈറ്റ് എന്ന് പറയുന്ന ഒരു ചിന്ത വരും. അങ്ങനെയല്ല, വ്യക്തമായി കാണാൻ കഴിയാത്ത കാഴ്ച വൈകല്യമാണ് ഏത്. അപ്പൊ വ്യക്തമായി കാണാൻ പറ്റുന്ന എന്താണ്, അടുത്തുള്ള സാധനങ്ങൾ. അപ്പൊ എന്താ, ഷോർട്ട് സൈറ്റ്. ഓർത്ത് വെച്ചോണം. അപ്പോ ഇവിടെ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രതലം വരുന്നത് ഏത് ലെൻസ് ആണ്, കോൺകേവ് ലെൻസ് അല്ലെ. ഉള്ളിലെ ഗുഹ പോലെ അകത്തേക്ക് വരുന്നത് കോൺകേവ് ലെൻസ് ആണ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇതിനെ കറക്റ്റ് ചെയ്യാനുള്ള ലെൻസ് ഏതാ, കോൺകേവ് ലെൻസ്. അപ്പൊ ഇനി ഒരിക്കലും ദീർഘദൃഷ്ടിയും ഹ്രസ്വദൃഷ്ടിയും തെറ്റിപ്പോവില്ലല്ലോ. എന്താണ് മയോപ്പിയ എന്ന് ചോദിച്ചാൽ ഷോർട്ട് സൈറ്റ് എന്നും, ഹൈപ്പർ മെട്രോപ്പിയ എന്ന് ചോദിച്ചാൽ ലോങ് സൈറ്റ് എന്നും പറയുമല്ലോ. അപ്പൊ അതിനകത്ത് തെറ്റില്ലല്ലോ, മൈ ഒപ്പീനിയൻ. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? ഒരു മാർക്ക് കിട്ടി കേട്ടോ, ഇത് പ്രീവിയസ് ആണ്. അടുത്തത് നമുക്കറിയാം, പീതബിന്ദു നമ്മൾ നേരത്തെ പഠിച്ചു, യെല്ലോ സ്പോട്ട് ആണ്. കാഴ്ചശക്തി ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ്, തെളിമയുള്ള ഭാഗം അല്ലെ. പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം. അതുകൊണ്ട് തന്നെയാണ് കാഴ്ചശക്തി ഏറ്റവും കൂടുതലുള്ള ഭാഗം എന്ന് പറയുന്നത്, തെളിമയുള്ള ഭാഗം എന്ന് പറയുന്നത്. അന്ധബിന്ദു എന്ന് പറയുന്ന ബ്ലൈൻഡ് സ്പോട്ട് ആണ്. കാഴ്ചശക്തി തീരെ ഇല്ലാത്ത ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയും. നമ്മൾ അതെല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലെ, നമ്മളതെല്ലാം പഠിച്ചതാണ്. ഇനി അടുത്തത് കളർ ബ്ലൈൻഡ്നെസ്. കളർ ബ്ലൈൻഡ്നെസ് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. വർണ്ണാന്തത എന്ന് പറയും, കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വർണ്ണാന്തത എന്ന് പറയും. അത് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഡാൽട്ടൺ ആണ്. ഓക്കെ, ഡാൽട്ടൺ ആണ്, അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത്, ഡാൽട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഡാൽട്ടണിസം എന്ന് പറയും. ഡാൽട്ടൺ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഡാൽട്ടണിസം എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ് എന്ന് ചോദിച്ചാൽ വർണ്ണാന്തതയാണ് ഡാൽട്ടണിസം കണ്ടുപിടിച്ചത്. ഒരു പ്രാവശ്യത്തെ പ്രീവിയസ് ക്വസ്റ്റിനകത്ത് ചോദിച്ചത് കണ്ടുപിടിച്ചത് ആരെന്നല്ല, അതിനെക്കുറിച്ച് വിവരിച്ചത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായി പഠിച്ചത്, എക്സ്പ്ലെയിൻ ചെയ്തത് എന്നൊക്കെ ചോദിച്ചാൽ അത് റോബർട്ട് ബോയിലാണ്. ഓക്കെ, അത് ഡാൽട്ടൺ അല്ല, റോബർട്ട് ബോയിലാണ്. അപ്പൊ വർണ്ണാന്തത എന്ന് പറയുന്ന കളർ ബ്ലൈൻഡ്നെസ് കണ്ടുപിടിച്ചത് ഡാൽട്ടൺ, അതിനെക്കുറിച്ച് വിവരിച്ചത് റോബർട്ട് ബോയിൽ ആണ് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഇനി ഇതിനെ
കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഇഷിഹാര ടെസ്റ്റ്. ഓക്കെ, ഡോക്ടർ ഷിനോബ് ഇഷിഹാര എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർ ഷിനോബ്, ഓക്കെ, ഷിനോബ് ഇഷിഹാര എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇഷിഹാര ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് കളർ ബ്ലൈൻഡ്നെസിനെ കുറിച്ച് അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് ഇഷിഹാര ടെസ്റ്റ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് ഇഷിഹാര ടെസ്റ്റ്. പിന്നെ നമ്മൾ സിറോഫ്താൽമിയ എന്താണ് നമ്മൾ പഠിച്ചു. കൃഷ്ണമണി ഈർപ്പരഹിതമാകുന്ന അവസ്ഥ. ഓക്കെ, ദെൻ അദാര്യവുമായി തീരുന്ന അവസ്ഥ. കൃഷ്ണമണി ഈർപ്പരഹിതവും അദാര്യവുമായി തീരുന്ന അവസ്ഥ. ജീവകം എയുടെ അഭാവം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സീറോ ഫൈറ്റ്സ് എന്നൊക്കെ പഠിക്കില്ലേ, അതാണ്. ഓക്കെ, ഈർപ്പരഹിതമാകുക, എന്താണ് നമ്മൾ മരുഭൂമി പോലെ ആയി മാറുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പ്രസ്ബയോപിയ. ഓക്കെ, നമ്മൾ എന്താ വെള്ളെഴുത്ത് എന്ന് പറയുന്നത് പ്രായം കൂടുന്തോറും ലെൻസിന്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് പ്രസ്ബയോപിയ എന്ന് പറയുന്നത്. ഓക്കെ, പ്രസ്ബയോപിയ അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. കോൺവെക്സ് ലെൻസ് ആണ് എന്ന് ഓർത്തു വെക്കുക. നമുക്ക് സിറോഫ്താൽമിക്കൊന്നും അങ്ങനെ ഒരു പരിഹാരം ഇല്ല കേട്ടോ. മീൻസ് അങ്ങ് പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് പോയി ഈർപ്പരഹിതമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്രസ്ബയോപിയ എന്ന് പറയുന്നത് നമുക്ക് കോൺവെക്സ് ലെൻസ് ഒക്കെ കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ വെള്ളയെഴുത്തുള്ളവരൊക്കെ ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് കിട്ടിയല്ലോ. അപ്പൊ പ്രസ്ബയോപിയ കിട്ടിയല്ലോ, വെള്ളയെഴുത്താണ് എന്ന് ഓർത്തു വെക്കുക, പ്രസ്ബയോപിയ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് പറയുന്ന പേരെന്താണ് എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. ഞാൻ ഒന്നും കൂടെ റിഫ്രഷ് ചെയ്യുന്നു. കെരാറ്റോപ്ലാസ്റ്റി. ഓക്കെ, കെരാറ്റോപ്ലാസ്റ്റി. അപ്പോൾ അവിടെ കോർണിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷനകത്ത് കോർണിയോപ്ലാസ്റ്റിയും കാണും, തെറ്റിക്കരുത്. കെരാറ്റോപ്ലാസ്റ്റി ആണ്, കോർണിയോപ്ലാസ്റ്റി അല്ല, കെരാറ്റോപ്ലാസ്റ്റി ആണ്. ഓക്കെ, ഇനി ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരെന്താണ്? ഒഫ്താൽമോളജി. ഓക്കെ, ഒഫ്താൽമോളജി ആണ് എന്ന് ഓർത്തു വെക്കുക. കാഴ്ച പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ചാർട്ടിന്റെ പേരെന്താണ്? സ്നെല്ലൻ ചാർട്ട്. ഓക്കെ, സ്നെല്ലൻ ചാർട്ട്. ഹെർമാൻ സ്നെല്ലൻ ആണ് അത് കണ്ടുപിടിച്ചത്. ഹെർമാൻ സ്നെല്ലൻ. ഓക്കെ, ഹെർമാൻ സ്നെല്ലൻ കണ്ടുപിടിച്ച ചാർട്ടാണ് അത്. ഓക്കെ, കാഴ്ച പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ചാർട്ട്. നമ്മുടെ ABCD എഴുതിയ ചാർട്ടില്ലേ, ഇങ്ങനെ കറക്കി കറക്കി കാണിക്കില്ലേ, ആ സാധനം തന്നെ. മനുഷ്യ നേത്രത്തിൽ കോർണിയയിൽ പുതിയതായി കണ്ടുപിടിച്ച പാളി അതേതാണ്? ദുവപ്പാളി അല്ലെ. ഹർമിന്ദർ സിംഗ് ദുവയാണത് കണ്ടുപിടിക്കുന്നത്. അവിടെ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഹർമിന്ദർ സിംഗ് ദുവ കണ്ടുപിടിച്ച പാളിയുടെ പേരെന്ത്? അത് നമുക്കറിയാം, ദുവപ്പാളിയാണെന്ന്. പക്ഷേ ഒരു പ്രാവശ്യം ചോദിച്ചത് അങ്ങനെയല്ല. ഹർമിന്ദർ സിംഗ് കണ്ടുപിടിച്ച ദുവപ്പാളി കാണുന്ന നേത്രത്തിലെ ഭാഗമേത്? ഓക്കെ, മനുഷ്യ നേത്രത്തിലെ ഏത് ഭാഗത്താണ് ദുവപ്പാളി കാണുന്നത്? പെട്ട എവിടെയാണ്? കോർണിയയിലാണ്. ഓക്കെ, കോർണിയയിലാണ് ദുവപ്പാളി കാണുന്നത്. അപ്പൊ മറന്നുപോരുത്, ദുവപ്പാളി കാണുന്നത് കോർണിയയിലാണ് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ലോങ് സൈറ്റ് ഷോർട്ട് സൈറ്റ് കൂടെ ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ അവിടെ പഠിച്ചു ലോങ് സൈറ്റിന് കോൺവെക്സ് ലെൻസ് എന്നും ഷോർട്ട് സൈറ്റിന് കോൺകേവ് ലെൻസ് എന്നൊക്കെ പഠിച്ചു. ഇത് രണ്ടും കൂടെ വന്നാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബൈഫോക്കൽ ലെൻസ് യൂസ് ചെയ്യാം. ഓക്കെ, ബൈഫോക്കൽ ലെൻസ് യൂസ് ചെയ്യാം. ആര് കണ്ടുപിടിച്ചു അത്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആരാ കണ്ടുപിടിച്ചേ? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് അത് കണ്ടുപിടിച്ചതെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ബൈഫോക്കൽ ലെൻസ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. എന്ത് വേണ്ടിയിട്ട്? ബൈഫോക്കൽ. അപ്പൊ നമ്മൾ നേരത്തെ ബൈ കോൺവെക്സും ബൈ കോൺകേവ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ബൈ കോൺവെക്സ് ആണ് നമ്മുടെ കണ്ണിന്റെ ലെൻസ്. അപ്പോ രണ്ട് രീതിയിലും ഫോക്കസ് ചെയ്യണം. ബൈഫോക്കൽ എന്ത്? ലോങ് സൈറ്റും ഫോക്കസ് ചെയ്യണം, ഷോർട്ട് സൈറ്റും ഫോക്കസ് ചെയ്യണം. അപ്പൊ ബൈഫോക്കൽ ആണ്. ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ, ദീർഘദൃഷ്ടിയും ഹ്രസ്വദൃഷ്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് ബൈഫോക്കൽ ലെൻസ് ബെഞ്ചമിൻ. ഓക്കെ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, നേത്ര വൈകല്യങ്ങൾ നമ്മൾ പഠിച്ചു. നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നസ്, വൈറ്റമിൻ എ എന്നൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ഈ ഒരു സംഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വരും. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടത്. അല്ലെങ്കിൽ നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു പോയാൽ മതി. റാങ്ക് ഫയലിലൊക്കെ നിങ്ങൾക്ക് അതുപോലെ തന്നെ കിട്ടുള്ളൂ. പക്ഷെ SCRT പഠിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് പഠിക്കണം. നിശാന്തത കാഴ്ച വർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനാൽ വിറ്റാമിൻ എയിൽ നിന്ന് രൂപം കൊള്ളുന്നതാണെന്ന് അറിയാമല്ലോ. അപ്പോ കാഴ്ചാ വർണ്ണകങ്ങളിലെ റെറ്റിനാൽ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ റെറ്റിനോൾ എന്ന് പറയുന്നത്. വൈറ്റമിൻ എയുടെ നമ്മൾ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. അപ്പൊ അത്
ഏതിൽ നിന്നാണ് കിട്ടുന്നത്? വൈറ്റമിൻ എയിൽ നിന്നാണ് റെറ്റിനാൽ എന്ന് പറയുന്ന ഘടകം. കാഴ്ചാവർണ്ണകങ്ങളിലെ റെറ്റിനാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, റെറ്റിനാൽ പ്ലസ് ഓപ്സിൻ എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അത് റോഡോപ്സിൻ ആണെങ്കിലും ശരി, ഐഡോപ്സിൻ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ റോഡ് കോശങ്ങളാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോൺ കോശങ്ങളാണെങ്കിലും ശരി, അവിടെ കാണുന്നത് റെറ്റിനാലും ഓപ്സിനുമാണ്. അപ്പോൾ അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? വൈറ്റമിൻ എയിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോ റെറ്റിനാലിന്റെ അളവ് കുറയുകയും റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഏതിന്റെയാണ്? റോഡോപ്സിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് എന്താണ്? മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നത് അല്ലെ, മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കാഴ്ചാവർണ്ണകമാണ്. അപ്പൊ റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടും. അപ്പോ അതുകൊണ്ടാണ് നിശാന്തത എന്ന് പറയുന്നത്. രാത്രി കാലങ്ങളിൽ അന്ധതയായിട്ട് അല്ലെ, അന്ധനായിട്ട് മാറുന്നു, അല്ലെങ്കിൽ അത് തന്നെയാണ്. അപ്പൊ റോഡോപ്സിൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ, ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന ഈ രോഗത്തെയാണ് നിശാന്തത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാലക്കണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ കുഞ്ഞുങ്ങൾ? അപ്പൊ ഇവിടെ 2 പോയിന്റ് നമ്മൾ പഠിച്ചു. റെറ്റിനാൽ എവിടെ നിന്നുണ്ടാകുന്നു, അതുപോലെ തന്നെ റോഡോപ്സിന്റെ പുനർനിർമ്മാണമാണ് തടസ്സപ്പെടുന്നത്. അപ്പോൾ നിശാന്തത നമ്മൾ ചോദിച്ച് മടുത്ത് ഏത് വൈറ്റമിന്റെ കുറവ് കൊണ്ടാണ് അല്ലെങ്കിൽ അഭാവം കൊണ്ടാണ് നിശാന്തത ഉണ്ടാവുന്നത് എന്നുള്ള ചോദിച്ച് മടുത്തിട്ടുണ്ട് PSC. അപ്പൊ ഇനി അടുത്ത ചോദിക്കാം, ഈ നിശാന്തത വരുന്ന സമയത്ത് ഏത് കാഴ്ചാവർണ്ണകത്തിന്റെ പുനർനിർമ്മാണമാണ് നടക്കാതെ വരിക എന്ന് ചോദിച്ചാൽ കോണെന്ന് എഴുതി കളയരുത്. ഏതാണ്? റോഡോപ്സിൻ. ഒന്ന് കണക്ട് ചെയ്യുക. എപ്പോഴാണ് നിശാന്തത വരുന്നത്? മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സാധിക്കില്ല. അപ്പൊ മങ്ങിയ വെളിച്ചത്തിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഏത്? റോഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അത് ആണ് ഉൽപ്പാദിപ്പിക്കുന്ന റോഡോപ്സിൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലടാ? ഓക്കെ ആണോ? അടുത്തത് സിറോഫ്താൽമിയാണ് കേട്ടോ. സിറോഫ്താൽമിയ നമുക്കറിയാം വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു എന്നാണ്. സുതാര്യമായ ഭാഗമാണ് കോർണിയ. മുന്നിലേക്ക് തള്ളിയതും സുതാര്യവുമായിട്ടുള്ള ഭാഗമാണ് കോർണിയ. അതെന്തായി മാറും? അതാര്യമായി തീരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, വർണ്ണാന്തത ഇതിനകത്ത് ഒരു പോയിന്റ് നമുക്ക് എടുക്കാനുള്ളത് ചിലർക്ക് ഏതൊക്കെ കളറുകളാണ് അറിയാൻ പറ്റാതെ വരുന്നത്. ചുവപ്പും പച്ചയും. നമ്മുടെ സുക്കർബർഗ് ഇല്ലേ, മാർക്ക് സുക്കർബർഗ്, നമ്മുടെ ഫേസ്ബുക്ക്, അതുകൊണ്ടാണ് നമ്മളൊക്കെ അറിയാം പുള്ളിക്കാരന് ഇതുണ്ടായിരുന്നു, വർണ്ണാന്തതയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിന് ബ്ലൂ കളർ കൊടുത്തത്, അല്ലെങ്കിൽ ആ ലോഗോയ്ക്കൊക്കെ ബ്ലൂ കളർ കൊടുത്തിരിക്കുന്നതൊക്കെ കാരണം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ചുവപ്പും പച്ചയും ഓർത്തു വയ്ക്കുക, ചുവപ്പും പച്ചയും. ഈ ഒരു പിക്ചറിനകത്ത് പച്ച കളർ കാണുന്നുണ്ടോ എല്ലാവരും? പച്ച ഡോട്ട് കാണുന്നുണ്ടോ? ആരൊക്കെ കാണുന്നുണ്ട്? പച്ച ഡോട്ട് കാണുന്നുണ്ടോ? നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ. കാണുന്നുണ്ടോ ആര്യ? എനിക്ക് പച്ചയല്ല, ഒരു മഞ്ഞയൊക്കെ കാണുന്നത്. എന്നിട്ട് നടുക്ക് 8 എന്നുള്ള നമ്പർ. 8 എന്നുള്ള നമ്പർ കിട്ടുന്നുണ്ട്. വേറെ ആരൊക്കെ ഇവിടെ ബഹളം വെക്കുന്നുണ്ടല്ലോ? ആരായിരുന്നു? സ്റ്റെഫി? ഞാൻ കണ്ട് പച്ച 1 2 3 4 ഡോട്ട്. എന്റെ അമ്മേ, 4 ഡോട്ടാ. സംശയം ഉണ്ടെങ്കിൽ എണ്ണി നോക്കാൻ പറയൂല്ലേ സ്റ്റെഫി? എനിക്ക് മനസ്സിലായി ഉദ്ദേശം എന്താണെന്നുള്ളത്. കൃഷ്ണേന്ദു കണ്ടോടാ? സർ, ഞാൻ ഒരു ഗ്രീൻ കണ്ടു, ഒരെണ്ണം കണ്ടു. എന്തായാലും വേർതിരിച്ചറിയാൻ പറ്റിയല്ലോ, അപ്പൊ വർണ്ണാന്തതയില്ല. പ്രീത? ഞാൻ കണ്ടു സർ. കണ്ടോ? ഓക്കെ, സൂം ചെയ്ത് നോക്കിയപ്പോ കണ്ടു സർ. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾക്ക് പലർക്കും കാണാൻ പറ്റുന്നുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ശരി. ഗ്ലോക്കോമ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്ലോക്കോമയാണ്. അപ്പോ കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണല്ലോ നമ്മൾ ഏത് പഠിച്ചതാ? അക്വസ് ദ്രവം അല്ലെ. അക്വസ് ദ്രവത്തിനകത്ത് നമ്മൾ പറഞ്ഞു എവിടെ നിന്നുണ്ടാകുന്നു, എവിടത്തേക്ക് പോകുന്നു? ബ്ലഡിൽ നിന്ന് ഉണ്ടാകുന്നു, ബ്ലഡിലേക്ക് തന്നെ പുനരാഗീകരണം ചെയ്യുന്നു അല്ലെ എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കണ്ണിന്റെ മർദ്ദം കൂടില്ലേ? പ്രഷർ കൂടില്ലേ? കണ്ണിനുള്ളിലെ മർദ്ദം കൂടും. റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്ന ഈ രോഗത്തെയാണ് നമ്മൾ ഗ്ലോക്കോമ എന്നറിയപ്പെടുന്നത്. ലേസർ ശസ്ത്രക്രിയയിലൂടെ ഈ അവസ്ഥ പരിഹരിക്കാം. അപ്പൊ ലേസർ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടെയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കണേ കുഞ്ഞുങ്ങളെ. അപ്പോ അക്വസ് ദ്രവത്തിന്റെ പുനരാഗീകരണം നടക്കാതെ വരുമ്പോ
കണ്ണിനുള്ളിൽ എന്ത് സംഭവിക്കും? മർദ്ദം കൂടും. ഓക്കെ, അത് എന്തിന് കാരണമാകും? അന്ധതയിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അസാധാരണമായിട്ട് നമ്മുടെ കണ്ണിൽ സാധാരണയായിട്ട് നടക്കുന്ന പ്രോസസ്സ് അല്ല. അങ്ങനെയാണെങ്കിൽ അത് ഉൽപ്പാദിച്ച് പുനരാഗീകരണം ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? അസാധാരണമായിട്ട് അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് ഏത് നടക്കുന്നത്? ഗ്ലോക്കോമ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തത് തിമിരം. കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണിത്. എന്ത് അധാര്യമാകുന്നു? കോർണിയല്ല, എന്താ? ലെൻസ്. തിമിരം എന്ന് പറയുന്നത് കാറ്ററാക്ട് എന്ന് പറയുന്ന ലെൻസുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്തു വെക്കാം. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെയാണ്. ലെൻസ് അധാര്യമായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലെൻസ് മാറ്റിവെക്കുക അല്ലെ? കാറ്ററാക്ടിനകത്ത് ചെയ്യുന്ന പ്രോസസ്സ് അതാണ്. പിന്നെ നമ്മൾ പഠിച്ചു ചെങ്കണ്ണ്, കൺജന്റിവൈറ്റിസ്. ഞാൻ പറഞ്ഞു ഐറ്റിസ് എന്ന് പറയുന്ന വാക്ക് വരുമ്പോൾ തന്നെ അറിയാം. അതിനകത്ത് ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ ആണ് രോഗകാരികൾ. അപ്പൊ ഇവിടെ ചോദിക്കാം കേട്ടോ, ഏതൊക്കെ രോഗകാരികളാണ് ചെങ്കണ്ണിന് കാരണമാകുന്നത്? ബാക്ടീരിയ, വൈറസ്, ആൽഗെ, ഫംഗെ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ ഏതാണ്? ബാക്ടീരിയയും വൈറസും ആണ് ഏതിന് കാരണമാകുന്നത്? ചെങ്കണ്ണിന് കാരണമാകുന്നത് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം വിഷ്വൽ പർപ്പിൾ എന്ന് പറയുന്നത് ഏത് കാഴ്ച വർണ്ണകത്തിനെയാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ അത് റോഡോപ്സിനെയാണ് കേട്ടോ. റോഡോപ്സിനെയാണ് വിഷ്വൽ പർപ്പിൾ എന്ന് പറയുന്നത്. റോഡോപ്സിനെയാണ്. വിഷ്വൽ വയലറ്റ് എന്ന് പറയുന്നത് അയഡോപ്സിനെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇത് തെറ്റിപ്പോകുമെങ്കിൽ പഠിച്ചു വെക്കാൻ ഒരു ഈസി വേ ഞാൻ പറഞ്ഞുതരാം. വയലറ്റ് എന്ന് പറയുന്നതിന്റെ അടുത്ത് കിടക്കുന്നത് ഐ ആണ്. ഇതിനെ ഐഡോപ്സിൻ എന്ന് പഠിക്കുക. ഓക്കെ, വയലറ്റിന്റെ അടുത്ത് കിടക്കുന്നത് ഐ ആണ്. സോ ഐഡോപ്സിൻ എന്ന് പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്കറിയാം വിബ്ജിയോർ എന്ന് പറയുന്നത് ഫോട്ടോ ലൈറ്റ് ഉണ്ടെങ്കിലേ അത് നടക്കത്തുള്ളൂ അല്ലെ? ഐഡോപ്സിൻ എന്നുള്ള പേര് മാറിപ്പോവാണെങ്കിൽ ഓർത്തോണം. അപ്പൊ ലൈറ്റ് വിബ്ജിയോർ എന്ന് പറയുന്ന കളർ വരണമെങ്കിൽ തന്നെ, വയലറ്റ് ഒക്കെ നമുക്കറിയാം വിബ്ജിയോറിൽ ആദ്യത്തെ കളർ അല്ലെ? അപ്പൊ ആ ഒരു കളർ വരണമെങ്കിൽ തന്നെ ഫോട്ടോൺ വേണം. അപ്പൊ ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ ഐഡോപ്സിന്റെ ആണ്. അപ്പൊ വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്നത് ഐഡോപ്സിൻ ആണ്. എന്നാൽ വിഷ്വൽ പർപ്പിൾ എന്ന് പറയുന്നത് റോഡോപ്സിൻ ആണ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ പഠിച്ച ഇത് മറക്കില്ലല്ലോ, ഈ VI ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത നമുക്ക് അറിയേണ്ടത് നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെ? നമ്മൾ വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് എത്രയാണടാ? ഒരു വസ്തുവിനെ ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം എന്ന് പറയുന്നത് 1/16 സെക്കൻഡ് സമയത്തേക്ക് 1/16 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ കണ്ണിൽ നിൽക്കും അല്ലെ? അങ്ങനെ നിൽക്കുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സമഞ്ജനക്ഷമത എന്ന് പറയാം. അതായത് പവർ ഓഫ് അക്കോമഡേഷൻ ഉണ്ട് കേട്ടോ. ഇനി അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചോണം, പവർ ഓഫ് അക്കോമഡേഷൻ. അപ്പൊ അതിനകത്ത് കണ്ണിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് നമ്മുടെ ഈ ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്? സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. അതായത് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അത്രമാത്രം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നു. മനസ്സിലായോ? കണ്ണിൽ നിന്ന് ഒരു വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് അങ്ങിരിക്കുന്ന ഒരു വസ്തുവിലേക്ക് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ലെൻസിന്റെ വക്രതയിൽ അല്ലെങ്കിൽ അതിന്റെ ഫോക്കസിൽ അല്ലെ, വക്രതയിൽ വരുത്തിക്കൊണ്ട് അതിന്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാനായിട്ടുള്ള നമ്മുടെ കഴിവ്. ചിലപ്പോൾ ചില അക്ഷരങ്ങൾ അല്ലെങ്കിൽ ചില വണ്ടിയുടെയൊക്കെ നമ്പർ പ്ലേറ്റോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ദൂരെ ആണെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പറയാം ആ അക്ഷരം ഇതാണെന്ന് പറയും. അതാണ് എന്തെന്ന് പറയുന്നത്? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, ഹ്യൂമൻ ഐ ക്യാൻ സീ ഒബ്ജക്ട്സ് ക്ലിയർലി വിത്തൗട്ട് എനി സ്ട്രെയിൻ ഓൺ ദ ഐ വെൻ ആൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് 25 സെന്റിമീറ്റർ എവേ. അപ്പൊ വ്യക്തമായിട്ട് കണ്ണിന് കാണാൻ പറ്റുന്നത് എത്ര സെന്റിമീറ്റർ അകലെ വരെയുള്ള വസ്തുക്കളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഓർത്തു വെച്ചോണം 25 സെന്റിമീറ്റർ കേട്ടോ. 25 സെന്റിമീറ്റർ ആണ് എന്ന് ഓർത്തു വെക്കുക. 25 സെന്റിമീറ്റർ. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നമുക്ക് എന്താണ്, നമ്മൾ വർണ്ണാന്തത പറഞ്ഞു. അതുപോലെ തന്നെ സ്നെല്ലൻ ചാർട്ട് അല്ലെ? സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത് എത്ര മീറ്റർ അകലെ നിന്നാണ്? നമുക്കറിയാം, നമ്മൾ കണ്ണ് പരിശോധിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ചെയർ ഇട്ട് തരും. ആ ചെയറിൽ നിന്ന് കുറെ ദൂരെ ആയിരിക്കും ഏതെന്ന് പറയുന്ന സ്നെല്ലൻ ചാർട്ട് വെച്ചിരിക്കുന്നത്. എത്ര മീറ്റർ ആണ് സ്നെല്ലൻ ചാർട്ട് എന്ന് ചോദിച്ചാൽ 6 മീറ്റേഴ്സ് കേട്ടോ. 6 മീറ്റർ. സ്നെല്ലൻ ചാർട്ട് വായിക്കാനുള്ള ദൂരം എന്ന് പറയുന്നത് 6 മീറ്റർ ആണ് കേട്ടോ. 6 മീറ്റർ ആണ് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, 6 മീറ്റർ ആണെന്ന് ഓർത്തു വെക്കാം. ഇനി വേറെ ഒരു കാര്യം ചോദിക്കാം,
നമ്മൾ ലെൻസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കോൺകേവ് ലെൻസ് നമ്മൾ പറഞ്ഞു ഹ്രസ്വ ദൃഷ്ടിക്കാണ് കോൺകേവ് ലെൻസ് ഉള്ളിലേക്ക് അല്ലെ. ദെൻ ദീർഘദൃഷ്ടിക്ക് നമ്മൾ എന്തെന്ന് പറഞ്ഞു കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾക്ക് സംശയം തോന്നും സിലിണ്ട്രിക്കൽ ലെൻസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സിലിണ്ട്രിക്കൽ ലെൻസ് എന്താണ്? സിലിണ്ട്രിക്കൽ ലെൻസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സിലിണ്ട്രിക്കൽ ലെൻസ് നമ്മുടെ ഏതിനകത്താണ് സിലിണ്ട്രിക്കൽ ലെൻസ്? അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ സിലിണ്ട്രിക്കൽ ലെൻസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ടെലസ്കോപ്പിന്റെ അല്ല, കണ്ണിൽ ഏത് അസുഖം വരുമ്പോഴാണ് സിലിണ്ട്രിക്കൽ ലെൻസ് യൂസ് ചെയ്യുന്നത്? അസ്റ്റിഗ്മാറ്റിസം. അസ്റ്റിഗ്മാറ്റിസം. വെരി ഗുഡ്, വെരി ഗുഡ്. എന്താണ് അതിന് മലയാളത്തിൽ പറയാ കുഞ്ഞെ? അസ്റ്റിഗ്മാറ്റിസം വിഷമദൃഷ്ടി. വിഷമദൃഷ്ടി. വെരി ഗുഡ്, വിഷമദൃഷ്ടി. അതായത് നമ്മൾ നേത്ര ലെൻസിന്റെ വക്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം വസ്തുവിന്റെ ശരിയായിട്ടുള്ള പ്രതിബിംബം രൂപപ്പെടാത്ത ഒരവസ്ഥയാണ്. അതായത് വിഷമം, നമുക്ക് ദൃഷ്ടി വിഷമമായിട്ട് മാറുക, അതാണ് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയാം കേട്ടോ. വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ നമുക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആര്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോ. ആരെന്നറിയോ? ആദ്യത്തെ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ എഡ്വാർഡ് കൊണാർഡ് സിം. ഓക്കെ, ഡോക്ടർ എഡ്വാർഡ് കൊണാർഡ് സിം ആണ് ലോകത്തിലെ ആദ്യത്തെ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. 1905 അത് നടത്തിയത്. ഓസ്ട്രിയയിൽ കേട്ടോ. ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്താണ്. ഓക്കെ, ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്താണ്. ഓക്കെ, ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇപ്പോ നമുക്ക് അതിനകത്ത് പറയുന്ന ഒരു ചോദ്യമുണ്ട്, ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം ചോദിക്കാം. ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ചത് 1976. അന്ധത നിവാരണ പദ്ധതി, നാഷണൽ കേട്ടോ, ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം 1976. ഓക്കെ, ഇനി അടുത്തത് പിന്നെ ചോദിക്കാൻ പറ്റുന്നത് ഈ പറയുന്ന പോലെ 2020. ഓക്കെ, 2020 എന്നൊക്കെ പറയുന്ന വാക്ക് ഏതുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിക്കാം. കണ്ണിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ് 2020 കേട്ടോ, 2020 എന്ന് പറയുന്നത്. ഓക്കെ, 2020 എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ചോദ്യം ചോദിക്കാവുന്നത് ഒപ്റ്റിക് പാപ്പില കേട്ടോ. ഇതെല്ലാം പ്രീവിയസ് ആണ്. ഒപ്റ്റിക് പാപ്പില കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതൊക്കെ ഒപ്റ്റിക് പാപ്പില ഇത് റാങ്ക് ഫെയിൽ ഉണ്ടാവില്ല. ഒപ്റ്റിക് പാപ്പില അല്ലെങ്കിൽ ഒപ്റ്റിക് ഡിസ്ക്. ഓക്കെ, ഒപ്റ്റിക് ഡിസ്ക് ഈ കണ്ടീഷൻ ഒക്കെ വരുന്നത് എവിടെയാണെന്ന് ചോദിക്കാം. ഒപ്റ്റിക് പാപ്പില എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡിസ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചോണേ, ബ്ലൈൻഡ് സ്പോട്ട് ആണ് കേട്ടോ. ബ്ലൈൻഡ് സ്പോട്ട് ആണ്. ബ്ലൈൻഡ് സ്പോട്ടിന്റെ പേരുകളാണ് അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾക്കാണ് നമ്മൾ ഒപ്റ്റിക് പാപ്പില എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് ബ്ലൈൻഡ് സ്പോട്ടുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ബന്ധപ്പെട്ടത് ഏതാണ്? ബ്ലൈൻഡ് സ്പോട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഓക്കെ ആണോ? പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? നമ്മുടെ ഈ അന്ധർക്ക് എഴുതാനും വായിക്കാനും ഒക്കെ സാധിക്കുന്ന ലിപി നമുക്കറിയാലോ. അത് ഏതാണ്? ബ്രെയിൻ ലിപിയാണ് അല്ലെ. ബ്രെയിൻ ലിപിയാണ്. അതുപോലെ തന്നെ എന്താണ് പൂർണ്ണമായിട്ടും അന്ധരായിട്ടുള്ളവര് ഉപയോഗിക്കുന്ന കെയിൻ ഏതാണ്? ഏത് വടി എന്താണെന്ന് അറിയാമോ? ആ വടിക്ക് പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? വൈറ്റ് കെയിൻ കേട്ടോ. വൈറ്റ് കെയിൻ എന്നാണ് പറയുന്നത്. ആ കമ്പി അല്ലെങ്കിൽ ആ കമ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലേ, വെള്ള നിറത്തിലുള്ള, അറിയില്ലേ? ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ തന്നെ പിന്നെ ചില കെയിനകത്ത് വടിക്കകത്ത് നിങ്ങൾക്ക് വെള്ളയും ചുവപ്പും കാണാൻ പറ്റും അല്ലെ. വെള്ളയും ചുവപ്പും നിങ്ങൾക്ക് കാണാൻ പറ്റും. വെള്ള മാത്രമായിരിക്കില്ല, വെള്ളയും ചുവപ്പും കാണാൻ പറ്റും. അപ്പൊ അത് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അന്ധരും ബധിരരുമായിട്ടുള്ള ആൾക്കാരാണ്. അത് ഓർത്തു വെച്ചോണം. ആ 2 കളർ വരുവാണെങ്കിൽ അന്ധരും ബധിരരുമായിട്ടുള്ള ആൾക്കാരാണ് ഏത് യൂസ് ചെയ്യുന്നത്? വൈറ്റും റെഡും വരുന്നത്. ഓക്കെ, അപ്പം പൂർണ്ണമായിട്ടും വൈറ്റ് കെയിൻ ആണെങ്കിൽ, ഫുള്ളി വൈറ്റ് കെയിൻ ആണെങ്കിൽ അത് അന്ധരായിട്ടുള്ളവരാണ് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ചോദിക്കാൻ പറ്റുന്നത് SCERT-ക്കകത്തുള്ളതാണ്. ആ വൈറ്റ് കെയിൻ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വൈറ്റ് കെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്
എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് ലോഹം കൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൂമിനിയം ദണ്ഡാണ്. ഓക്കെ, അതൊരു അലൂമിനിയം ദണ്ഡാണ് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് സമയമായി അല്ലെ? 9:30 ആയോ? ഈശ്വര. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പോവാണ്. നിങ്ങളൊന്ന് ഓടിച്ച് നിങ്ങൾ ആൻസർ പറയാൻ നോക്കണം. കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യ പാളിക്ക് പറയുന്ന പേരെന്താണ്? ചിഞ്ചു പെട്ടെന്ന് പറ. ചിഞ്ചു. ദൃഢപടലം. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഇതിനകത്ത് ഇപ്പൊ ഞാനിത് ചെയ്യുന്നില്ല. ഞാനിപ്പം പറഞ്ഞു പോവാം. ദൃഢപടലം അല്ലെ? കണ്ണിന് ദൃഢത നൽകുന്നത് ദൃഢപടലം. ഓക്കെ, പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏതാണ് എന്നാണ് ചോദ്യം. രാജി, പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ദൃഷ്ടിപടലം. ഏതാണ്? ദൃഷ്ടിപടലം. വെരി ഗുഡ്, വെരി ഗുഡ്. ദൃഷ്ടിപടലം. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്ന കാഴ്ചാവർണ്ണകം. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്ന കാഴ്ചാവർണ്ണകം. പ്രീത, റോഡോപ്സിൻ. ഏതാണ്? റോഡോപ്സിൻ. വെരി ഗുഡ്, വെരി ഗുഡ്. റോഡോപ്സിൻ അല്ലെ? വെരി ഗുഡ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥ ഏതാണ്? അനീഷ്, ഉണ്ടോ? അനി വന്നപ്പോ തന്നെ ചോദിക്കാം. വിറ്റാമിൻ എയുടെ ഓക്കെ, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അടി ഇപ്പം കിട്ടും. കോർണിയ അതാര്യമായി തീരുന്നത് കോർണിയ വിറ്റമിൻ എ അത് സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ. ഓക്കെ, ദെൻ കോൺ കോശങ്ങളിലെ തകരാറ് മൂലം ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഏതാണ് എന്നാണ് ചോദ്യം. സ്റ്റെഫി. സർ, ഓപ്ഷൻ എ, വർണ്ണാന്തത. മറ്റൊരു പേര് പറയാമോ വർണ്ണാന്തതയുടെ? കളർ ബ്ലൈൻഡ്നെസ്. വേറൊരു പേരും കൂടെ. വേറെ പേരാ? രാജി, പറയാമോ? മാലക്കണ്ണ്. അടിയിപ്പം കിട്ടും. വർണ്ണാന്തതയ്ക്കാണ് അത് നിശാന്തത. തെറ്റിക്കരുത്. ഡാൽറ്റണിസം പഠിച്ചില്ലേ? ഓക്കെ, തെറ്റിക്കില്ലേ? അപ്പം മാലക്കണ്ണെന്ന് പറയുന്നത് ഏതാണ്? നിശാന്തതയാണ്, നൈറ്റ് ബ്ലൈൻഡ്നെസ്സിനാണ് കേട്ടോ. ഓക്കെ, ദെൻ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് എന്നാണ് ചോദ്യം. സെറീന. കെരാറ്റോപ്ലാസ്റ്റി. കെരാറ്റോപ്ലാസ്റ്റി. വെരി ഗുഡ്. ദെൻ കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. പ്രീത. ലൈസോസൈം. ലൈസോസൈം അല്ലെ? ഇവിടെ ലൈസോസോം ഉണ്ട്, അല്ല ലൈസോസൈം ആണ് അല്ലെ? ലൈസോസൈം ആണ് എന്ന് ഓർത്തു വയ്ക്കാം. ദെൻ കണ്ണിനകത്ത് അസാധാരണ മർദ്ദം ഉളവാക്കുന്ന രോഗം ഏതാണ്? ആനി. അസാധാരണമായിട്ടുള്ള മർദ്ദം ഉളവാക്കുന്നത്, പ്രഷർ കൂടുമെന്ന് പറഞ്ഞു അല്ലെ? ഏതാണ്? ഗ്ലോക്കോമ. ഞാൻ പറഞ്ഞു പോവാണേ, സമയം പോകുന്നുണ്ട്. കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്ന അവസ്ഥ ഏതാണ് എന്നാണ് ചോദ്യം. സെറീന. തിമിരം. ഓക്കെ, സുതാര്യത നഷ്ടമാകുന്ന ലെൻസിന്റെ അല്ലെ? ലെൻസിന്റെ ഇവിടെ ഓർത്തു വെച്ചോണം, നമ്മൾ പഠിച്ചു. ലെൻസിന്റെ സുതാര്യത ചോദിച്ചാൽ തിമിരം. കണ്ണിലെ ലെൻസ് ഏത്? ആനി ഉണ്ടോ? ഉണ്ട് സർ. കോൺകേവ്, കോൺവെക്സ്, കോൺവെക്സ് ഇതൊന്നുമല്ല. കോൺവെക്സ്. ഒന്നും കൂടെ വായിക്കുക. കണ്ണിലെ ലെൻസ് ഏത്? കോൺകേവ്, കോൺവെക്സ്, ബൈ കോൺവെക്സ് ഇതൊന്നുമല്ല. ആൻസർ ബൈ കോൺവെക്സ്. ബൈ കോൺവെക്സ് ഉണ്ടെങ്കിൽ ഏത് പറയണം? ബൈ കോൺവെക്സ് പറയണം. ഇവിടെ രണ്ടും ഉണ്ട്, കോൺവെക്സും ഉണ്ട്, ബൈ കോൺവെക്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബൈ കോൺവെക്സ് എടുക്കണം കേട്ടോ. ബൈ കോൺവെക്സ് ഇല്ലെങ്കിൽ ടെക്സ്റ്റില് കോൺവെക്സ് എന്നല്ലേ സർ കിടക്കുന്നേ? കോൺവെക്സ് എന്നാണ്. പക്ഷെ ബൈ കോൺവെക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ PSC ഉത്തരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രീവിയസ് ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് മിക്കവാറും ഇനി ഈ ഒരു ചോദ്യം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ ബൈ കോൺവെക്സ് ഉണ്ടാവില്ല. മനസ്സിലായോ? ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഡിലീറ്റ് ആവത്തേ ഉള്ളൂ. ശരി, സ്നെല്ലൻ ചാർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കാഴ്ചയാണ് അല്ലെ? കണ്ണിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ് സെറീന? കൺപോളകള്. അനീഷ് ഉണ്ടോ? ഞാൻ നേരത്തെ 2-3 പ്രാവശ്യം വിളിച്ചു. ഓക്കെ, അറിയത്തില്ലായിരുന്നു. ശരി. അങ്ങനെ അതുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള പാളി നമ്മൾ പഠിച്ചു. ഏതാ? അനീഷ് പറഞ്ഞോ.
പല രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ദൃഢപടലം. ഓക്കെ. കണ്ണിലെ കലകൾക്ക് ഓക്സിജന് പോഷണം പ്രദാനം ചെയ്യുന്ന കണ്ണിന്റെ പാളി ഏതാണ് ആനി? കലകൾക്ക് ഓക്സിജനും പോഷണവും രക്തപടലം. കണ്ണിന് ഓക്സിജനും പോഷണം കൊണ്ടുപോകുന്ന ആരായിരിക്കും? അത് തന്നെ, രക്തപടലം. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം ഏതാണ് പ്രീത? പീതബിന്ദു. വെരി ഗുഡ്, വെരി ഗുഡ്. സെറീനയ്ക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ ഓർമ്മയുണ്ടോ? അതല്ല സാറിന്റെ മോളിപ്പോ പ്രീതബിന്ദു അത് കേട്ട് ചിരിച്ചതാ. ശരി. ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗം ഏതാണ് അനീഷെ? പറയൂ. സാർ ധുവപ്പാളിയാണ്. വേറൊരു ധുവപ്പാളി ഉണ്ട്, പക്ഷെ എന്നാലും തള്ളിയതുമായിട്ടുള്ള ഭാഗമോ ചോദിച്ചേ? പാളിയല്ല. പാളി തന്നെയാണ്, അതും പാളി തന്നെയാണ്, പക്ഷെ അത് എവിടെ കാണുന്നുണ്ട്? ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. കോർണിയാണ്. ഏതാണ്? കോർണിയക്കകത്തല്ലേ ധുവപ്പാളി വരുന്നേ? ഓക്കെ. മനുഷ്യ നേത്രത്തിലെ കോർണിയയിൽ പുതുതായി തിരിച്ചറിഞ്ഞ പാളി ധുവപ്പാളി അല്ലെ? ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരം പ്യൂപ്പിൾ. കണ്ണിലെ ഏറ്റവും വലിയ അറ അനി? കണ്ണിലെ ഏറ്റവും വലിയ അറ വിട്രസ്. വെരി ഗുഡ്. കണ്ണിലെ ലെൻസ് സെറീന? പ്രീവിയസ് ആണ്. ബൈകോൺവെക്സ്. ഇപ്പൊ ഇവിടെ വന്നപ്പോ കണ്ടോ? യെസ്, ബൈകോൺവെക്സ് ലെൻസ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ അറിയപ്പെടുന്ന പേര്? രാജി? കിട്ടുന്നില്ലേ? നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതെന്തായിരിക്കും? റോഡ് കോശങ്ങൾ സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. റോഡ് കോശങ്ങൾ. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി അനീഷ്? ലാക്രിമൽ ഗ്രന്ഥി. റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു സെറീന? പോയോ? റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തുവിന് പറയുന്ന പേര് റോഡോപ്സിൻ. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു? വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു എനിക്ക് പറയാമോ? വിഷ്വൽ വയലറ്റ് കാണിച്ചു. അടി. വിഷ്വൽ വയലറ്റ് എന്ന് പറയുന്നത് ഏത്? ശ്രദ്ധിച്ചില്ലേ ഞാൻ പറഞ്ഞത് ആ സമയത്ത്? ഓക്കെ, ഐഡോപ്സിൻ. കണ്ണുനീരിൽ കാണുന്ന ലോഹം അനീഷെ? ഓക്കെ, കുഴപ്പമില്ല. സിംഗർ. രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ലൈസോസൈം. കണ്ണിന്റെ തിളക്കത്തിന് കാരണം സിങ്ക്. വ്യക്തമായ കാഴ്ചശക്തിക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം 25 സെന്റിമീറ്റർ. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ. ഇത് പറ, ആനി പറ. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ. അപ്പൊ എന്ത് പറ്റും? അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ ദീർഘദൃഷ്ടി. അതെ. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവ്. പവർ ഓഫ് അക്കോമഡേഷൻ നമ്മൾ പറയുന്ന പേര് സമജ്ഞത. ഓക്കെ. നേത്രഗോളത്തിന്റെ മർദ്ദം സാധാരണയായി വർദ്ധിക്കുന്ന അവസ്ഥ? ഗ്ലോക്കോമ. യെസ്. പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥ? പ്രസ്ബയോപിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത്. ഓക്കെ.
അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കണ്ണിനെ കുറിച്ച് മാക്സിമം തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് കൂടുതൽ തരാനില്ല. എല്ലാം റാങ്ക് ഫയലിലോ വന്നിട്ടുള്ള പോയിന്റ്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്.